മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശ്വാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്ന് യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. ഈ രാത്രി ചെറുവയ്ക്കൽ കൺവെൻഷന്റെ അവസാന സന്ധ്യാ സമയത്ത് കർത്താവ് നമ്മെ സന്ദർശിക്കുവാൻ പോകുകയാണ്. രണ്ടുപേരെ വലതും ഇടതും നിൽക്കുന്ന രണ്ടുപേർക്ക് കൈ കൊടുത്ത് മുഖത്ത് നോക്കി ചിരിക്കണം. പട്ടിയും പൂച്ചയും ചിരിക്കത്തില്ല, മനുഷ്യൻ ചിരിക്കും. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ചിരിച്ചു പറഞ്ഞാട്ടെ, യേശു നമ്മെ സന്ദർശിക്കുകയാണ്. പറഞ്ഞാട്ടെ, യേശു നമ്മെ സന്ദർശിക്കുകയാണ്. യേശു നമ്മെ സന്ദർശിക്കുകയാണ്. യേശു നമ്മെ സന്ദർശിക്കുകയാണ്. യേശു നമ്മെ സന്ദർശിക്കുകയാണ്. യേശു നമ്മെ സന്ദർശിക്കുന്ന ദിവസമാണ്. യേശു നമ്മെ സന്ദർശിക്കുന്ന ദിവസമാണ്. ഇത് രാത്രി ഞാനിവിടെ വന്നത് ഒരു പ്രസംഗം പറഞ്ഞിട്ട് പോകാനല്ല. എനിക്കിന്ന് രാത്രി ഒരൊറ്റ അജണ്ടയുള്ളൂ. ചെറുവയ്ക്കലിൽ ദൈവത്തിന്റെ ജനത്തെ കർത്താവ് എങ്ങനെയാണ് സന്ദർശിക്കുന്നതെന്ന് എനിക്കിന്ന് രാത്രി ഒന്ന് കാണണം. കർത്താവ് ഈ ജനത്തെ എങ്ങനെയാണ് സന്ദർശിക്കുന്നത് എന്നെനിക്ക് കാണണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സുനാമി വന്നത് നെഗറ്റീവ് സന്ദർശനമാണ്. പണ്ട് ഭൂമി കുലുങ്ങിയത് ഗുജറാത്തിൽ നെഗറ്റീവായ നിഷേധാനമായ നെഗറ്റീവ് സന്ദർശനങ്ങളാണ്. എന്നാൽ എൽ ശദായി സന്ദർശിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് നമ്മെ സന്ദർശിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. വലിയ പ്രതീക്ഷയുടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് വേദപുസ്തകം പറയുന്നു, അളവില്ലാത്തതായ വലിയൊരു അഭിഷേകം ദൈവത്തിന്റെ പുത്രനായ കർത്താവ് യേശുവിന്റെ മേൽ പിതാവായ ദൈവം പകരുകയുണ്ടായി. എന്നെ കേൾക്കുന്ന മക്കളെ, സ്തോത്രം. നിങ്ങൾ ഒറ്റയെണ്ണം സംസാരിക്കല്ല. ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് 10-25 വർഷമാകുന്നു. എൻ്റെ മീറ്റിങ്ങിനിരുന്ന് നിങ്ങളെപ്പോലെയുള്ള ഏതവൻ സംസാരിച്ചിട്ടുണ്ടോ എല്ലാവനും എന്നെപ്പോലെ ഇപ്പോൾ പ്രസംഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്ന ഏതവനൊക്കെ എങ്കിലും ഉണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കാലഘട്ടത്തിൽ നീ ശക്തന്മാരായ ദൈവദാസന്മാരായി തീരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ്. കാരണം ശപിക്കാനായി ദൈവം നമുക്ക് വകുപ്പ് തന്നിട്ടില്ല, അനുഗ്രഹിപ്പാനായിട്ടത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, പഠിക്കുന്ന കാലത്ത് 3 കൂട്ടരെ ദൈവം അഭിഷേകം ചെയ്യുകയുണ്ടായി. പുരോഹിതന്മാരെ, പ്രവാചകന്മാരെ, രാജാക്കന്മാരെ. ഭാഗമായി വിവിധമായി അളവുള്ളതായ ഒരു അഭിഷേകം പഠിക്കുന്ന കാലത്ത് ദൈവം പകർന്നു എങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യോർദാന്റെ കരയിൽ അളവില്ലാത്തൊരു അഭിഷേകം പിതാവായ ദൈവം യേശു കർത്താവിന്റെ മേൽ പകർന്നു. പരിശുദ്ധ ആത്മാവ് പ്രാവ് എന്ന ദേഹരൂപത്തിൽ യേശു കർത്താവിന്റെ മേൽ കടന്നു വന്ന് ആ അഭിഷേകത്തോടെ പരസ്യ ശുശ്രൂഷയ്ക്കായി അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്തിനാ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും. ഈ രാത്രി മനസ്സിലാക്കണം ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന് ആത്മാവ് ചലിക്കുമ്പോൾ സ്തോത്രം അവിടെ കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെടും. അത് ആത്മീയമായി മാത്രമല്ല ഭൗതികമായി. ഇന്ന് രാത്രി കണ്ണിന് തകരാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോളണം, യേശുവിന്റെ നാമത്തിൽ അതേ നേത്രരോഗ വിദഗ്ധന് കഴിയാത്തത് ആണിപ്പഴുതുള്ള കർത്താവിന്റെ വൻകരത്താൽ ഈ രാത്രി നിന്റെ ജീവിതത്തിൽ വിടുതലായി വ്യാപരിക്കുവാൻ വേണ്ടി പോകുകയാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം അതേ തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നന്മ ചെയ്തുകൊണ്ട് അവൻ ചുറ്റി സഞ്ചരിച്ചു. യേശു എവിടെയാണോ എഴുന്നേറ്റുന്നത് അവിടെ വലിയ ജനക്കൂട്ടം യേശുവിന്റെ പിന്നാലെ കടന്നു വന്നു. പുരുഷന്മാർ മാത്രം 5000. ചെറുവയ്ക്കൽ കൺവെൻഷൻ എനിക്ക് തോന്നുന്നു പുരുഷന്മാർ അല്പം കുറവാണ്. യേശുവിന്റെ ശുശ്രൂഷയിലും അന്ന് പുരുഷന്മാർ അല്പം കുറവായിരുന്നു. കേൾക്കണമേ, അന്ന് 5000
10,000 സ്ത്രീകളുണ്ടായിരിക്കും. 10,000 സ്ത്രീകളുണ്ടെങ്കിൽ ഈ മുന്നിലിരുന്ന് അതേ കുസൃതി കാണിക്കുന്ന പ്രായത്തിലുള്ള 20,000 കുട്ടികളുണ്ടായിരിക്കും. 5,000 പുരുഷന്മാർ, 10,000 സ്ത്രീകൾ, 20,000 കുഞ്ഞുങ്ങൾ. നിങ്ങളാരും സ്തോത്രം പറയുന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൗഡ് ഉള്ളവർ മൈക്കൽ ജാക്സണോ ഹോളിവുഡ് ബോളിവുഡ് സ്റ്റാറോ അല്ല, കർത്താവായ നസ്രേന യേശു അത്രേ. അങ്ങനെ യേശു കർത്താവ് സ്തോത്രം തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ മുന്നോട്ട് പോകുന്നതായ സമയത്ത് ഏറ്റവും കൂടുതൽ താൻ ചെയ്ത അത്ഭുതം കുഷ്ഠരോഗിയെ ശുദ്ധനാക്കിയത്രേ. കുഷ്ഠം അതെപ്പോഴും പാപത്തെ കുറിക്കുന്നു. ഒന്ന് നീ രക്ഷിക്കപ്പെടണം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നീ ഇവിടെ വന്നതല്ല, ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നിന്നിവിടെ കൊണ്ടുവന്നതത്രേ. അവസാന സെക്കൻഡ് വരെ ഈ ഗ്രൗണ്ടിൽ നീ വരാതിരിക്കാൻ സാത്താൻ പ്രവർത്തിച്ചിട്ടിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ചിലതിനെ എന്റെ ദൈവത്തിന് തൊടുവാനുണ്ട്, ചിലതിന്റെ പേരിനെ ജീവന്റെ പുസ്തകത്തിൽ കർത്താവിന് എഴുതുവാനുണ്ട്. അതുകൊണ്ട് അത്രേ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ പാസ്പോർട്ടിൽ നിന്റെ പേര് കാണത്തില്ല, ആധാർ കാർഡിൽ നിന്റെ പേര് വന്ന് കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി എനിക്കും നിനക്കും മധ്യത്തിൽ യേശു കർത്താവ് ഉലാവുന്നുണ്ട്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതുവാൻ പോകുന്നു. എന്റെ തിരുവനന്തപുരം മലയാളം മനസ്സിലായവർ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ നന്നായിരുന്നു. പുസ്തകം പറയുന്നു കർത്താവ് യേശു ഏറ്റവും കൂടുതൽ ചെയ്ത അത്ഭുതം കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി. രണ്ടാമതായി ചെയ്തതായ അത്ഭുതം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ കൃപയിൽ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരട്ടൽ തപ്പാൻ പാടില്ല. രണ്ടാമത് കർത്താവ് ചെയ്തത് കുരുടന്റെ കണ്ണിനെ കർത്താവ് തുറന്ന്. നമ്മുടെ കണ്ണുകൾ തുറക്കണം, നമ്മുടെ കണ്ണ് തുറക്കണം. നമ്മുടെ കണ്ണ് തുറന്നാൽ നമ്മുടെ ജീവിതം മാറി. ഹല്ലേലൂയ. ഗൾഫിൽ വിസ കിട്ടിയാൽ ജീവിതം രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നോ? നോ. ഗൾഫിലല്ല, അമേരിക്കയിൽ പോയിട്ടും രക്ഷപ്പെടാത്ത കക്ഷികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറയട്ടെ, അതെ, ഒരു വിസ കിട്ടിയത് കൊണ്ട് നീ രക്ഷപ്പെടത്തില്ല. കുറച്ച് പൈസ കിട്ടിയത് രക്ഷപ്പെടുമോ? ലോട്ടറി ടിക്കറ്റ് കിട്ടിയിട്ട് ആത്മഹത്യ ചെയ്തവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പൈസ കിട്ടിയാൽ രക്ഷപ്പെടത്തില്ല. എന്നാൽ ഇന്ന് രാത്രി മനസ്സിലാക്കുക, നിന്റെ കണ്ണ് തുറന്നാൽ പാടിയ നിന്റെ ജീവിതം മാറുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മരുഭൂമിയിൽ കിടന്ന് നീ തപ്പി തടയുകയായിരിക്കാം. ഏറ്റവും വലിയ മരുഭൂമി. യു ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട്. എങ്ങനെ പുറത്തു വരണമെന്ന് അറിയത്തില്ല. എന്നാൽ ഹാഗറിന്റെ കണ്ണ് തുറന്നപ്പോൾ ദൈവം തുറന്നതായ കരുതന്റെ ഉറവ അവൻ കണ്ടു. ഇന്ന് രാത്രിയിലും ജീവിതത്തിൽ നിലവിളിച്ചിട്ടിരിക്കുന്ന ചിലതിന്റെ കണ്ണിനെ കർത്താവ് തുറക്കട്ടെ. നിനക്ക് മാത്രമല്ല, നിന്റെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി നിന്റെ കണ്ണുകൾ ഇന്നാളുകൾ തുറക്കപ്പെടട്ടെ. വീണ്ടും വേദപുസ്തകം പറയുന്നു, പ്രവാചകന്റെ കാലത്ത് ഒരു ദിവസം എലീശ പ്രവാചകൻ തന്റെ വേലക്കാരനെ നോക്കി ഇങ്ങനെ പറയുന്നത്, കർത്താവേ, ഇവന്റെ കണ്ണിനെ തുറക്കണമേ. അതുവരെയും സ്തോത്രം പ്രവാചകൻ പറഞ്ഞത്, അയ്യോ പോരാട്ടം വലുത്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ചിലയിടത്ത് പോയി പ്രസംഗിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നു, ദൈവവചനം കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു ഭൂതം അലറിയാൽ പെട്ടെന്ന് ഞെട്ടും ബഹളമുണ്ടാക്കും. ഒരു ഭൂതം ഇളകുന്നത് കണ്ടാൽ എല്ലാവരും രക്തം ചെയ്യുമെന്ന് പറഞ്ഞ് ചലിക്കും. അതിനെ നോക്കി ബ്രദേഴ്സ് രക്ഷിതാവ് പറയും, ബന്ധുക്കൾക്കല്ലേ ബന്ധുക്കളെ കണ്ടാൽ തിരിച്ചറിയത്തുള്ളൂ. നോക്കണേ, സ്തോത്രം. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. അതുവരെയും പ്രവാചകന്റെ ശിഷ്യൻ പറഞ്ഞത് പോരാട്ടം വലുത്, വന്നിരിക്കുന്ന ശത്രു വലുത്. പക്ഷെ അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവന് മനസ്സിലായും, നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനത്രേ. രാത്രി കൊല്ലം ജില്ലയിൽ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിലുള്ള സകല തന്ത്രവാദികളും മന്ത്രവാദികളും ഒരുമിച്ച് എനിക്കും നിനക്ക് നേരെ കൺവെൻഷൻ നടത്തിയാലും സമ്മേളനം നടത്തിയാലും ഹോമം നടത്തിയാലും അവന്റെ സകല ദുർഭൂതങ്ങളെക്കാൾ വലിയവനായ ദൈവം, യഹൂദ ഗോത്രത്തിലെ സിംഹം, നമ്മോട് കൂടെ ഉള്ളവൻ അവനോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനത്രേ. അത് കാണുവാൻ നിന്റെ കണ്ണ് തുറക്കട്ടെ. ഇന്ന് രാത്രിയിലും ദൈവസഭയിലാകേണ്ട ക്രമത്തിലാകേണ്ട ഇരിക്കേണ്ട ക്രമത്തിൽ ഇരിക്കാതെ ഇറങ്ങിപ്പോയ ചിലതെന്നെ കേൾക്കുന്നുണ്ട്. ചിലതിന് സ്ഥാനഭ്രംശം സംഭവിച്ചു. ചിലത് കമ്മിറ്റിയിലായിരിക്കാം, സൺഡേ സ്കൂളിലായിരിക്കാം, യൂത്ത് പ്രോഗ്രാമിലായിരിക്കാം. സ്ഥാനഭ്രംശം സംഭവിച്ച് പിന്മാറ്റത്തിന്റെ എമോസിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഹൃദയ കണ്ണ് തുറന്നാൽ നീ നാശത്തിന്റെ വഴിവിട്ട് യഥാസ്ഥാനപ്പെട്ട് തിരികെ വന്ന് ഇരിക്കേണ്ട ക്രമത്തിൽ ഇരുന്ന് പ്രാപിക്കേണ്ടത് പ്രാപിച്ച് വലിയൊരു പകർച്ചയ്ക്കായി ദൈവകൃപയിൽ പ്രയോജനപ്പെടും. ഇന്ന് രാത്രി നിന്റെ കണ്ണ് തുറക്കട്ടെ. രണ്ടുപേരെ തൊട്ട് മുഖത്തോക്കി പറഞ്ഞാട്ടെ, നമ്മുടെ കണ്ണിനെ അവൻ തുറക്കുകയാണ്. ഒന്ന് പറഞ്ഞാട്ടെ, മുഖത്തോക്കി പറ. സ്തോത്രം. കണ്ണട വെച്ചെന്ന് വയ്ക്കാത്തത് എല്ലാം അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മുടെ കണ്ണിനെ അവൻ തുറക്കുകയാണ്. നമ്മുടെ കണ്ണ് തുറന്നാൽ മരുഭൂമിയിൽ നിന്ന് പുറത്തു വരും. നിന്റെ കണ്ണ് തുറന്നാൽ ക്രിസ്തു യേശുവിൽ നീ ആരെന്നുള്ള വലിയ അധികാരം നിനക്ക് മനസ്സിലാകും. നിന്റെ കണ്ണ് തുറന്നാൽ എവിടെയെങ്കിലും നീ കയറി ഇരിക്കത്തില്ല. ഇരിക്കേണ്ടടുത്തിരുന്ന് പ്രാപിക്കേണ്ടത് പ്രാപിച്ച് ദൈവത്തിന്റെ കൃപയിൽ നീ ജ്വലിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇരിക്കേണ്ടടുത്ത് ഇരുന്നാൽ മാത്രമേ പ്രയോജനപ്പെടേണ്ടതുപോലെ പ്രയോജനപ്പെടുവാൻ കഴിയത്തുള്ളൂ. പാസ്റ്റർക്ക് ഒരിക്കലും പ്രവാചകരാകാൻ പറ്റത്തില്ല. പ്രവാചകർ ഒരിക്കലും അപ്പോസ്തലനാകാൻ കഴിയത്തില്ല. ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് ദൈവത്തിന്റെ പൂർണ്ണഹിതത്തിൽ ഇരുന്ന് ജ്വലിക്കുവാൻ
ഈ തലമുറയിൽ ചിലതിൻ്റെ മേൽ ദൈവപ്രവർത്തിക്കായി ഇന്ന് രാത്രി കണ്ണ് തുറക്കപ്പെടുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തു ഇതാ വേദപുസ്തകം പറയുന്നു, ഒരു ദിവസം അവൻ തീരുമാനിച്ചു, സ്തോത്രം, അതെ, യെരിഹോ എന്ന പട്ടണത്തെ സന്ദർശിപ്പാൻ. നമ്മുടെ പട്ടണങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ സഞ്ചരിക്കാറുണ്ട്. ഞാൻ ഇല്ലാത്തപ്പോഴാണ് മോഡി വന്നത്, എനിക്കറിയത്തില്ല തിരുവനന്തപുരത്ത് എന്തൊക്കെ നടന്നെന്ന്. ഞാൻ ഉണ്ടായിരുന്നപ്പോഴാണ് സോണിയാജിയും അത് കഴിഞ്ഞിട്ട് മൻമോഹൻ സിംഗ്ജിയും വന്നത്. അവർ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ റോഡെല്ലാം അവരെ വൃത്തിയാക്കി തന്നു. പക്ഷെ അവർ വന്നിട്ട് പോയി ഒറ്റ മഴ പെയ്തപ്പോൾ പഴയതിനേക്കാൾ റോഡ് മോശമായി. നേതാക്കന്മാർ വരുന്നതിന് മുമ്പ് നന്നാക്കും, പോകുമ്പോൾ അതിനേക്കാൾ സ്തോത്രം മോശമായി തീരും. എന്നാൽ യേശു കർത്താവ് വന്നാൽ അങ്ങനെയല്ല. അവൻ വരുന്നത് മോശമുള്ളിടത്തേക്കാണ്. പക്ഷെ അവൻ വന്നു കഴിഞ്ഞാൽ ആരാലും മോശമാക്കുവാൻ കഴിയാത്ത ക്രമത്തിൽ അത് നന്നാക്കും. ഇന്ന് രാത്രി സാത്താനും മനുഷ്യനും കുത്തുവിട്ട പുസ്തകം പോലെ നിന്റെ ജീവിതത്തെ, കുടുംബത്തെ അതെ തകർത്തിട്ടിരിക്കുന്നു എങ്കിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, മന്ത്രി അല്ല, MLA അല്ല, MP അല്ല, രാജാക്കന്മാരുടെ രാജാവ് ഈ രാത്രി നിന്റെ ജീവിതത്തെ സന്ദർശിക്കുന്നു. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ യെരിഹോ പട്ടണത്തെ സന്ദർശിച്ചു. വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ജെറിഹോ? എന്താ യെരിഹോ പട്ടണത്തിന്റെ പ്രത്യേകത? സഹോദരങ്ങളെ, അത് ശാപത്തിന്റെ പട്ടണം അത്രേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യോശുവ ആ പട്ടണത്തെ സ്തുതിയാൽ തകർത്തിട്ടു. ദൈവജനം സ്തുതിയാൽ അതിനെ തകർത്തിട്ടു. എന്നിട്ട് അവൻ ഈ പ്രകാരം പറഞ്ഞു, ഇതിനെ പണിയുന്നവൻ ആരാണോ ഉള്ളത്, ഇവനെ പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ അത്രേ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം അടച്ചാൽ ആരും തുറക്കുന്നില്ല, ദൈവം തുറന്നാൽ ആരും അടയ്ക്കുന്നില്ല, ദൈവം പൊളിച്ചാൽ ആരും പണിയുന്നുമില്ല. യെരിഹോ പട്ടണം ഇതാ പൊളിഞ്ഞു കിടക്കുകയാണ്. യോശുവ പറഞ്ഞു, ഇതിനെ ശപിക്കപ്പെട്ട മനുഷ്യൻ, ഇതിനെ പണിയുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ, ഇതിനെ പണിയുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. സ്തോത്രം, അതേ, ആ പട്ടണം ശപിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് നിന്റെ ജീവിതത്തെ നോക്കി നീ ശപിക്കല്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണം. ഈ രാത്രി നീ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി മുഖം നോക്കുന്ന കണ്ണാടി എടുക്കണം. അതിൽ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് നിനക്ക് കാണുവാൻ തക്കോണം കഴിയും. ദൈവത്തിന്റെ സൃഷ്ടിയെ നിനക്ക് കാണുവാൻ കഴിയും. എന്നിട്ട് നീ വാ തുറന്ന് നീ പ്രവചിക്കണം. തീർന്നു. എന്നിട്ട് വാ തുറന്ന് നീ പ്രവചിക്കണം. ചിലരെ തുറിച്ചു നോക്കുന്നത് വേണ്ട ഉപദേശ പശു പറയുന്നു, മറ്റുള്ളവരോട് പ്രവചിക്കാനാ പ്രവചനവരം തന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെയാ എന്നോട് പ്രവചിക്കുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ നോസ്ട്രഡാമസ് അല്ല, നസ്രേന യേശു അത്രേ. അവൻ വ്യക്തികളോടും നാട്ടുകാരോടും ലോകത്തോടും മാത്രമല്ല പ്രവചിച്ചത്, അവൻ തന്നെ കുറിച്ചും പ്രവചിച്ച്. യേശു കർത്താവ് പറഞ്ഞു, ഈ ആലയത്തെ പൊളിപ്പിൻ, ഇതിന് 3 ദിവസം കൊണ്ട് ഞാൻ വീണ്ടും ഇതിനെ പണിയും. യേശു തന്നെ കുറിച്ച് പ്രവചിച്ച്, യോന കടലായനയുടെ വയറ്റ് തിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കുമെന്ന് അവൻ തന്നെ കുറിച്ച് പ്രവചിച്ചു. യേശു കർത്താവ് നാശമല്ല പ്രവചിച്ചത്, അവൻ ഉദ്ധാരണം അത്രേ പ്രവചിച്ചത്, അവൻ ഉയർപ്പത്രേ പ്രവചിച്ചത്. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി മനുഷ്യൻ പറഞ്ഞത് പറയല്ലേ, സാത്താൻ പറഞ്ഞത് പറയല്ലേ, പകരം ദൈവം പറയുന്ന ദൂത് വിളിച്ചു പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാപം പറയല്ലേ, ഉദ്ധാരണം പറ, നന്മ പറ, അനുഗ്രഹം പറ. നീ ഒരു കണ്ണാടി എടുത്തു വെച്ച് നോക്കി വെച്ചു പറ, ഞാൻ വാലല്ല, ഞാൻ തലയാകും. എന്നോട് പൊരുതുന്നവരോട് എൻ്റെ ദൈവം പൊരുതും, എന്നോട് വാദിക്കുന്നവരോട് എൻ്റെ ദൈവം വാദിക്കും. ശത്രു ഒരു വഴിയായി വരും, അവർ 7 വഴിയായി എൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. ഞാൻ താഴ്ചയല്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. പ്രവചിച്ചു പറ, ഞാൻ എൻ്റെ താഴ്വരയിൽ നിന്ന് കയറും. എൻ്റെ താഴ്വര എനിക്ക് തിന്മയ്ക്കല്ല, എൻ്റെ താഴ്വരകൾ എനിക്ക് നന്മയ്ക്കത്രേ. എൻ്റെ മുൻപിൽ നിൽക്കുന്നതായ സകല പർവ്വതങ്ങളെ ഈ നാളുകൾ ഞാനിതാ കയറി ജയിക്കുവാൻ പോകുന്നു. നന്മ പറഞ്ഞാട്ടെ, വിടുതൽ പറഞ്ഞാട്. എന്നാൽ യെരിഹോ എന്ന പട്ടണത്തെ നോക്കി സ്തോത്രം, യോശുവ ആ പട്ടണത്തെ ശപിക്കുകയുണ്ടായി. ഇന്ന് രാത്രി ശപിക്കപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നു. അപ്പൻ്റെ രോഗം എൻ്റെ രോഗം, അമ്മയുടെ ക്യാൻസർ എൻ്റെത്, പൂർവ്വപിതാക്കന്മാരുടെ കടഭാരം എന്നെയും തകർക്കുന്നു. അപ്പൻ്റെ ഡയബറ്റിക് എനിക്ക് അഴുക്കുചാൽ ഒഴുകി കിടക്കുന്നത് പോലെ പാരമ്പര്യത്തിൻ്റെ ശാപങ്ങൾ എന്നിലും എൻ്റെ തലമുറയിലും ചിലന്തി വല പോലെ ഈ രാത്രി കെട്ടി നിൽക്കുന്നു എന്ന് നീ പറയുന്നു എങ്കിൽ ഓർക്കണമേ, ഈ രാത്രി യേശു നിന്നെ സന്ദർശിക്കുകയാണ്. അവർ കണ്ടിട്ട് പോകാനല്ല ഇന്ന് രാത്രി സന്ദർശിക്കുന്നത്. ഇന്ന് രാത്രി ആർക്കും പൊളിക്കുവാൻ കഴിയാത്ത ഒരു പണി നിന്റെ ജീവിതത്തിൽ. ഓ ഗോഡ്, വായു തുറന്നെല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഭയങ്കര ഒരു വിടുതലിന്റെ ആരവാരം ആത്മാവിൽ ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആര് വിചാരിച്ചാലും, ഒരു മന്ത്രവാദി വിചാരിച്ചാലും, ഒരു തന്ത്രശാലി വിചാരിച്ചാലും പൊളിച്ചു കളവാൻ കഴിയാത്ത ചില പ്രത്യേക പണിയുടെ സാന്നിധ്യം ആണിപ്പഴുതുള്ളതായ നസ്രേത്തിലെ ആശാരിയുടെ കരവിരുത് ഈ പന്തലിൻ കീഴിൽ വെളിപ്പെടുന്നു. യേശു നിന്നെ സന്ദർശിക്കുന്നു. പാരമ്പര്യത്തിന്റെ പട്ടണമാകുന്നതായ യെരിഹോവിനെ സന്ദർശിപ്പാൻ
അവൻ ആഗ്രഹിച്ച് ആ യെരിഹോ പട്ടണത്തേക്ക് കർത്താവ് സഞ്ചരിക്കുകയാണ്. യെരുശലേമിൽ നിന്ന് യഹൂദയിലേക്ക്, യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ അതൊരിക്കലും നല്ല വഴി അല്ല. സ്തോത്രം. വിശുദ്ധ നാട് ഞങ്ങൾ പല ആവർത്തി അതേ സന്ദർശിക്കുന്നതായ സമയത്ത് സ്തോത്രം, എൻ്റെ മക്കൾ ഉൾപ്പെടെ സകല കുഞ്ഞുങ്ങളും ആ ബസ്സിൽ കിടന്ന് ബഹളമുണ്ടാക്കുമ്പോൾ ആ ഗൈഡ് പറയും, മക്കളെ എല്ലാവരും അതത് സ്ഥാനങ്ങൾ ഇരുന്നാട്ടെ, നിങ്ങളുടെ സീറ്റിൽ ഇരുന്നാട്ടെ, നിങ്ങളുടെ സീറ്റിൽ ഇരിക്ക്, നമ്മൾ പോകുന്നത് യെരിഹോവിലാണ്. എന്താ കാര്യം? സ്തോത്രം. ഊട്ടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന പോലെ, കൊടൈക്കനാൽ പോയിട്ട് താഴേക്ക് ഇറങ്ങുന്ന പോലെ ഞങ്ങളുടെ പൊന്മുടിയിൽ വന്നിട്ട് നിങ്ങൾ താഴെയോട്ട് വരുമ്പോൾ അതേ വളവുകളും തിരിവുകളും വളവുകളും എന്നതുപോലെ അത് വലിയ വളവും തിരിവുമുള്ളതായ വഴിയാണ്. അത് നല്ല വഴിയല്ല. കർത്താവ് തന്റെ ശുശ്രൂഷയിൽ പറഞ്ഞ്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുകയായിരുന്നു. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള വഴി അത് നല്ല വഴിയല്ല. അത് MC റോഡല്ല. അത് വളവും തിരിവുമാണ്. ട്വിസ്റ്റ് ആൻഡ് ടേണിംഗ്. അടുത്ത സമയത്ത് അത് വലത്തോട്ടാണോ അല്ലെങ്കിൽ ഇടത്തോട്ടാണോ ആർക്കും പറവാൻ കഴിയത്തില്ല. ആ രണ്ട് പാസ്റ്റർമാരെ ഞാൻ ഓർക്കുന്നു അങ്ങളെ. ഞാൻ വീഡിയോ ഒക്കെ വീണ്ടും കാണുകയുണ്ടായി. എൻ്റെ സഹോദരവർഗത്തെ അത് മനസ്സിലാക്കാമേ. അടുത്ത സമയത്ത് അവർക്ക് സ്തോത്രം അതേ അപ്രകാരം വരുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. നമ്മൾ ചിന്തിക്കാത്തതത്രേ സംഭവിച്ചത്. നമ്മൾ നനയ്ക്കാത്തതത്രേ അതേ സ്തോത്രം ആ സഹോദരന്മാർക്ക് ഉണ്ടായത്. വലത്തോട്ടും ഇടത്തോട്ടും പലതും ഒരു ദൈവപൈതല ജീവിതത്തിൽ അതേ സ്തോത്രം അതേ സംഭവിപ്പാൻ സാധ്യതയുണ്ട്. ഈ രാത്രി വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ, ഞങ്ങൾ സ്തോത്രം ഹ്യൂസ്റ്റണിലായിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരത്ത് ഒരു ഭവനത്തെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുകയുണ്ടായി. ആ അങ്കിളിനെ കുറിച്ച് ജോൺസൺ അങ്കിൾ എന്നോട് സാക്ഷി പറഞ്ഞത് ഇതാണ്. കൊല്ലം പട്ടണത്തെ നിശ്ചലമാക്കിയതായ ഒരു ഭയങ്കര ഒരു കല്യാണം ആ ഭവനത്തിലെ മകളുമായി നടന്നു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PD ജോൺസൺ ആണ് ആ കല്യാണം നടത്തിയത്. സ്തോത്രം. അതേ പെൺകുട്ടി ഹ്യൂസ്റ്റണിൽ ജനിച്ചു വളർത്തപ്പെട്ടവളാണ്. അതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വരനെ അവൾക്ക് ലഭിക്കുകയുണ്ടായി. മഹാനായ സ്തോത്രം ശക്തനും ശ്രേഷ്ഠനുമായ അപ്പോസ്തലൻ പാസ്റ്റർ PD ജോൺസൺ വിവാഹം നടത്തി 3 ദിവസം കഴിഞ്ഞു. 3-ാം പക്കം അവര് തിരുവനന്തപുരം കോവളത്ത് സ്തോത്രം അതേ കോവളം ബീച്ച് കാണുവാൻ വേണ്ടി വന്നു. അമേരിക്കയിലെ പിള്ളേർക്ക് അറിയത്തില്ല കോവളത്തുള്ളതായ പാറ ഭയങ്കര വഴുവഴുക്കുന്നതാണെന്ന്. ആ പാറപ്പുറത്ത് പിള്ളേര് കയറി. ആദ്യം ഭാര്യ വഴുകി ആ തിരമാലയിലേക്ക് വീണു. അയ്യോ, അവളെ രക്ഷിപ്പാൻ വേണ്ടി അവനും ചാടി. മുട്ട നിലത്തി വീണ് ചിതറുന്ന പോലെ ആ തിരമാലകളാൽ ആ പാറയിൽ തട്ടി അവർ ചിതറപ്പെട്ടു. ജോൺസൺ അങ്കിൾ എന്നോട് പറഞ്ഞത്, ഏത് പന്തലിൽ വെച്ചാണോ വിവാഹ ശുശ്രൂഷ നടന്നത് അതേ പന്തലിൽ വെച്ച് തന്നെ അവരെ അടക്ക ആരാധനയും അതേ പാസ്റ്റർ PD ജോൺസന്റെ കൈയാൽ നടത്തേണ്ട ദുഃഖകരമായ അവസ്ഥ വന്നു. മനുഷ്യ ജീവിതം ഇടത്തോട്ട് തിരിയുമോ ഇടത്തോട്ട് തിരിയുമോ, നന്മ വരുമോ തിന്മ വരുമോ ഒന്നും നമുക്ക് അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ആഘാതങ്ങൾ തകർന്നവർ വന്നു. ഇന്ന് രാത്രി പ്രതീക്ഷിക്കാത്ത ക്ഷതങ്ങൾ ഏറ്റവരെന്നെ കേൾക്കുന്നു. പ്രതീക്ഷിക്കാത്ത പരാജയങ്ങൾ കണ്ടവർ, ശൂന്യതകൾ കണ്ടവർ, നിലവിളിച്ച അവസ്ഥകൾ കണ്ടവർ ഒന്നല്ല പല തന്നെ കേൾക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി വളഞ്ഞതിനെയും അതേ പുളഞ്ഞതിനെയും ചൊവ്വാക്കുന്ന, ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന, പർവ്വതങ്ങളെ സമനിലമാക്കുന്ന, താഴ്വരകളെ നികത്തുന്ന യേശു നിന്നെ സന്ദർശിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആഘാതങ്ങൾ കണ്ട ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ആഘാതങ്ങൾ കണ്ട ശുശ്രൂഷകളെ ഈ ദിവസം മനസ്സിലാക്കണമേ. സ്തോത്രം. അത് ഇന്നലകൾ ഉലഞ്ഞു എങ്കിൽ, ഇന്നലകൾ നിങ്ങൾ ഉടഞ്ഞു എങ്കിൽ ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല. ആ കടന്നു വന്നതായി 3 സഹോദരിമാരെയും അവരെ കുഞ്ഞുങ്ങളെ നോക്കി പറയട്ടെ, സ്തോത്രം, നിങ്ങൾ അതേ ഉലഞ്ഞു എങ്കിൽ ഉടഞ്ഞു എങ്കിൽ ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല. കാരണം എൻ്റെ ദൈവത്തിനൊരിക്കലും തെറ്റ് പറ്റുകയില്ല. സ്തോത്രം. ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായിട്ടത്രേ. ഇന്ന് രാത്രി വേങ്ങൂർ സെന്ററേ, ഇന്ത്യയുടെ വലിയ കൊയ്ത്തിനുള്ള വിലയാത്രയെ നീ കൊടുത്തത്. നമുക്ക് മുമ്പായി ആ സഹോദരന്മാർ പോയി എങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയൊരു ആത്മീയ കൊയ്ത്തിന് വേണ്ടി വിലയാത്രയെ കൊടുക്കുന്നത്. യേശുവിൻ നാമത്തിൽ പല പാസ്റ്റർമാർക്ക് അതെ കാണാൻ കഴിയാത്തത്, പല പ്രാസംഗന്മാർ ചെയ്യാത്തത്, പല സംഘടനകൾക്ക് അതെ ചിന്തിപ്പാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിച്ച ദൂത് ഏറ്റെടുക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വലത്തോട്ടും ആകാം, നന്മയിലേക്കായിരിക്കാം, തിന്മയിലേക്കായിരിക്കാം. ചിലപ്പോൾ ജീവിതങ്ങൾ, ശുശ്രൂഷകൾ, കുടുംബങ്ങളൊക്കെ തിരിയുന്നത് അടുത്ത നിമിഷത്തിൽ, അടുത്ത ദിവസത്തിൽ എന്ത് വരുമെന്ന് ആർക്കും പറവാൻ കഴിയത്തേ ഇല്ല. ആ ശാപത്തിന്റെ പട്ടണത്തിലേക്ക് കർത്താവ് ഇതാ കടന്നു വരികയാണ്. ആ പട്ടണത്തോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് ചില വൃക്ഷങ്ങളെ കാണുവാൻ കഴിയും. ആ പട്ടണത്തിന്റെ പേര് യെരിഹോ എന്ന വാക്കിന് അർത്ഥം സുഗന്ധങ്ങളുടെ നഗരം എന്നത്രേ. സുഗന്ധങ്ങളുടെ നഗരം. വായി തുറന്ന് പറയുമോ സുഗന്ധങ്ങളുടെ നഗരം. ഒരിക്കൽ കൂടെ, സുഗന്ധ
സുഗന്ധങ്ങളുടെ പട്ടണം, സുഗന്ധങ്ങളുടെ നഗരം. കാരണം അവിടെ ധാരാളം തോട്ടങ്ങളുണ്ട്, എല്ലാ വിധത്തിലുള്ള ഫലവർഗ്ഗങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ വലിയ സുഗന്ധമാണ്. തിരുപ്പൂർണം സേലത്തിനും ഇടയ്ക്ക് നിങ്ങൾ ചില ഗ്രാമങ്ങളിലേക്ക് കടന്നുപോയാൽ ഭയങ്കര കാട്ടത്തിയില്ല. ഇന്ന് രാത്രി സ്തോത്രം വളരെ 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 കൃത്യമായി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ സഭയാം തോട്ടത്തിൽ കർത്താവ് നമ്മെ നട്ടത്, അവൻ നട്ടത് നല്ല ഫലം കായ്പാൻ വേണ്ടി അത്രേ. നിങ്ങൾ മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ലല്ലോ. കർത്താവേ, ഈ ദൂത് എങ്ങനെയും ആർക്കേലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പച്ച സ്തോത്രം, അതെ, വരം കായ്പാനല്ല ദൈവം നമ്മെ നട്ടത്, ഫലം കായ്പാൻ അത്രേ ദൈവം നമ്മെ നട്ടത്. വരം കായ്പാനല്ല, ഫലം കായ്പാൻ. കർത്താവ് ആ വൃക്ഷത്തെ തേടി ആ അത്തിയുടെ അടുക്കലേക്ക് യേശു കർത്താവ് വന്നത്, അതെ, വരം തേടിയല്ല കർത്താവ് വന്നത്, ഫലം തേടി അത്രേ വന്നത്. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ശുശ്രൂഷയല്ല അവൻ തേടുന്നത്, അത് നമ്മുടെ ജീവിതം അത്രേ തേടുന്നത്. എന്റെ ശുശ്രൂഷ ഒരിക്കലും എന്നെ സ്വർഗത്ത് കൊണ്ടുപോകത്തില്ല, പകരം എൻ്റെ ജീവിതം അത്രേ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. പലരും വരത്തിന്റെ പിന്നാലെയാണ് പോകുന്നത്. പലരും പറയുന്നത് എനിക്ക് പ്രവചിക്കണം, എനിക്ക് രോഗികളെ സൗഖ്യമാക്കണം, എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കണം. സെമിനാരി വിദ്യാർത്ഥികളെ നോക്കി ഞാൻ പറയട്ടെ, എനിക്ക് ശക്തമായി ദൈവത്തിന്റെ കൃപയിൽ നിൽക്കണം. എല്ലാം നല്ലതാണ്, ആഗ്രഹങ്ങൾ നല്ലതാണ്. പക്ഷെ മനസ്സിലാക്കണം, ഒരു ക്യാരക്ടർ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും കരിസ്മ ചുമക്കുവാൻ പറ്റത്തില്ല. സ്തോത്രം, ഫ്രൂട്ട് ഇല്ലാതെ ഗിഫ്റ്റ് ചുമക്കുവാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയത്തില്ല. ആത്മാവിന്റെ ഫലം ഇല്ലാതെ വരം ചുമക്കുവാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹ രൂപത്തിൽ യേശുവിന്റെ മേൽ വന്നിറങ്ങി. ആ പ്രാവിന് 2 ചിറകത്രേ ഉള്ളത്. ചെറുവയ്ക്കൽ പ്രാവിന് 2 ചിറകാണോ ഉള്ളത്? ഒരു ആമേൻ പറഞ്ഞാട്. സ്തോത്രം, അതെ, പ്രാവിന് 2 ചിറകത്രേ ഉള്ളത്. സ്തോത്രം, ഒരു വശത്ത് 9 തൂവൽ ആ ചിറകിലുണ്ട്, മറ്റേ വശത്ത് ആ തൂവലിന് 9, ആ ചിറകില് 9 തൂവലുകളുണ്ട്. 9 തൂവൽ വലതുവശത്ത്, 9 തൂവലുകൾ ഇടതുവശത്ത്. ഈ 2 ചിറകും ഒരുപോലെ, 9 തൂവൽ ഒരുപോലെ ചലിക്കുമ്പോഴാണ് പ്രാവ് മുന്നോട്ട് പോകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ശുശ്രൂഷകരെ, ആത്മാവിന്റെ ശുശ്രൂഷ ദൈവകൃപയാൽ മുന്നോട്ട് പോകണമെങ്കിൽ നിനക്ക് 9 വരം മാത്രമല്ല, 9 ഫലവും കൂടെ ആവശ്യമാത്രേ. എന്നാൽ യേശു കർത്താവ് കടന്നു വന്നപ്പോൾ അവിടെ നല്ല ഫലം അവിടെ കാണുവാൻ കഴിയുന്നതേ ഇല്ല. ഗലാത്യർ 5:22-23 പറയുന്നു, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസത, സൗമ്യത, ഇന്ദ്രിയ ജയം. പലയിടത്തേക്ക് കടന്നു പോയാൽ പലതിലും കാച്ചിരിക്കുന്നത് കാട്ടുമുന്തിരിങ്ങ അത്രേ, പലതിൽ കായ്ച്ചിറങ്ങുന്നത് കാട്ട് ഫലമത്രേ, കാട്ടുചെടിയുടെ ഫലമത്രേ. ഇന്ന് രാത്രി സ്തോത്രം, അതേ, ജീവിക്കേണ്ട പോലെ ജീവിക്കാതെ വണ്ണം ഏതെങ്കിലും പാപത്തിന്റെ ഫലമാണ് നിന്നിൽ കായ്ച്ചിറങ്ങിയിരിക്കുന്നു എങ്കിൽ, നിന്റെ ജീവിതം കുത്തുപാളയെടുത്തിരിക്കുന്നുവെങ്കിൽ, തകർക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ആത്മാവിന്റെ ഫലം നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, തിന്മയുടെ ജഡത്തിന്റെ ഫലമാണ് നിന്നിൽ വെളിപ്പെടുന്നതെങ്കിൽ, ഒരു തിരിച്ചുവരവ് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം യേശു നിന്നെ സന്ദർശിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഇന്ന് രാത്രി ദൂത് പറഞ്ഞിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഫലമില്ലാത്ത കുടുംബങ്ങൾ ഇന്ന് രാത്രി പിടികൊണ്ട്, വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഫലമില്ലാത്തതായ സ്തോത്രം ഭാര്യ ഭർത്താവ് എന്നെ കേൾക്കുന്നു, അർത്ഥം മക്കളില്ലാത്തവരായിരിക്കാം, അതേ, ബിസിനസ് ചെയ്തിട്ട് ഫലമില്ലാത്തവർ, വിദേശ രാജ്യങ്ങൾ മാറിയിട്ട് ഫലമില്ലാത്തവർ, നന്നായി പഠിക്കുന്നു ഫലമില്ലാത്തവർ. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഓരോ വൃക്ഷവും അതത് തരത്തിലുള്ള ഫലം കായ്ക്കണം. ഇന്ന് രാത്രി സാത്താൻ ഏത് മണ്ഡലത്തിലാണോ നിന്റെ ഫലത്തെ തകർത്തിട്ടിരിക്കുന്നത്, ഏത് മണ്ഡലത്തിലാണോ ഫലമില്ലാത്ത ക്രമത്തിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത്, എന്റെ ദൈവത്തിന് അഴിക്കാൻ കഴിയാത്ത ഒരു കെട്ടില്ല. ഇന്ന് രാത്രി ആ സാത്താൻ കെട്ടിയതായി കെട്ടുകളെ അഴിപ്പാൻ യേശു നിന്നെ സന്ദർശിക്കുന്നു. വായു തുറന്ന് മുന്നിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ വായു തുറന്ന് യേശുവിന്റെ നാമത്തിൽ ഫലമുള്ള വിദ്യാഭ്യാസം, ഫലമുള്ളതായ എൻട്രൻസ് എക്സാമിനേഷൻ, ഫലമുള്ളതായ വിവാഹം, ഫലമുള്ളതായ ബിസിനസ്, ഫലമുള്ളതായ ശുശ്രൂഷ യേശുവിൻ നാമത്തിൽ. ഞായറാഴ്ച മാത്രമല്ല, ഏതോ സ്പെഷ്യൽ മീറ്റിംഗിന് മാത്രമല്ല, 365 ദിവസം ദൈവത്തിന്റെ കൃപയാൽ ഫലം കായ്ക്കുന്ന ജീവിതം വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ വളവും തിരിവുമുള്ളതായ വഴി എന്ത് ചെയ്യുമെന്നറിയത്തില്ല, എന്ത് വരുമെന്നറിയത്തില്ല. സ്തോത്രം, ഫലമില്ലാത്ത വൃക്ഷം മാത്രമല്ല, പട്ടണത്തോട് അടുക്കുമ്പോൾ യേശു കർത്താവ് ഉപമയിൽ ഇങ്ങനെ പറഞ്ഞു, കള്ളന്മാരാൽ
ഒരു പട്ടണം അത്രേ. കള്ളന്മാരുടെ കയ്യിലാണ് ആ മനുഷ്യൻ അകപ്പെട്ടത്. നല്ല ശമരിയക്കാരന്റെ ഉപമേ, കള്ളന്മാരുടെ കയ്യിലാണ് അവൻ അകപ്പെട്ടത്. അതൊരു ശപിക്കപ്പെട്ട പട്ടണം എന്നതിന്റെ മൂന്നാമത്തെ ഉദാഹരണം അത്രേ. ചുറ്റും കള്ളന്മാരുണ്ട്. അർത്ഥം ഇന്ന് രാത്രിയിലും ഈ ശബ്ദപരിധിയിൽ എവിടെയൊക്കെയോ അത് നഷ്ടങ്ങൾ കണ്ടതായി കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നു. ബിസിനസ്സിൽ നഷ്ടം വന്നവർ, ആരോഗ്യത്തിൽ നഷ്ടം വന്നവർ, പലതും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ ഈ രാത്രി ദൈവകൃപയാൽ തേജസ്സിന്റെ സുവിശേഷം ഉയർത്തി ഞാൻ പറയട്ടെ, ഇത് നഷ്ടത്തിന്റെ പുസ്തകം അല്ല, ഇത് നഷ്ടപ്പെട്ടത് തിരികെ തരുന്ന പുസ്തകം അത്രേ. ഹല്ലേലൂയ. എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടെങ്കിൽ, നിന്റെ നല്ല പേര് നിനക്ക് നഷ്ടപ്പെട്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷ നിനക്ക് നഷ്ടപ്പെട്ടെങ്കിൽ, എവിടെയെങ്കിലും നഷ്ടം നിന്റെ ജീവിതത്തിൽ വന്നുവെങ്കിൽ, നഷ്ടപ്പെട്ടത് അയ്യോ കാക്കയെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് പോയത് പോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല, നഷ്ടപ്പെട്ടത് ദൈവം തിരികെ നൽകുന്നവനാണ്. ഇന്ന് രാത്രി യോബ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ പറയും, ദൈവം അനുവദിച്ചിട്ട് എനിക്ക് നഷ്ടം വന്നു. ദൈവം അനുവദിച്ചിട്ട് വന്ന നഷ്ടമാണോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ പിടിച്ചു നില്ല്. നഷ്ടപ്പെട്ടത് ഇരട്ടിയായി ദൈവം നിനക്ക് തിരികെ നൽകിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്താൽ വന്ന സകല നഷ്ടങ്ങളും ഇരട്ടിയായി തിരികെ വരട്ടെ. സ്തോത്രം. രണ്ടാമത് മനുഷ്യനാൽ വരുന്നതായ ഒരു നഷ്ടമുണ്ട്. സക്കായി പറയും, സ്തോത്രം, ഞാൻ മനുഷ്യനിൽ നിന്ന് വല്ലതും വഞ്ചിച്ചെടുത്തു എങ്കിൽ, മനുഷ്യനിൽ നിന്ന് വഞ്ചിച്ചെടുത്തെങ്കിൽ 4 ഇരട്ടിയായി പകരം കൊടുക്കുക. നിന്റെ സ്വന്തം സഹോദരങ്ങളായിരിക്കാം, കുടുംബാംഗങ്ങളായിരിക്കാം, ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, നിന്നിൽ നിന്ന് എന്തെങ്കിലും വഞ്ചിച്ചെടുത്തത്. മനുഷ്യൻ നിനക്ക് നഷ്ടം വരുത്തിയോ മാത്രമല്ല, സാത്താൻ വരുത്തിയ നഷ്ടം പിടിച്ചു നിന്നാട്ടെ. യേശുവിന്റെ കണക്ക് ഞാൻ പറയട്ടെ. യേശു നസ്രേത്തിലെ പ്രൈമറി സ്കൂളിൽ കണക്ക് പഠിച്ചവനല്ല, അവൻ കണക്ക് ചമച്ചവനത്രേ. കണക്ക് പഠിച്ചവനല്ല, അവൻ കണക്ക് നിർമ്മിച്ചവനത്രേ. കണക്ക് നിർമ്മിച്ച യേശുവിന്റെ കണക്ക് ഇതാണ്. മനുഷ്യൻ നിനക്ക് എന്തെങ്കിലും നഷ്ടം വരുത്തിയെങ്കിൽ, അത് പാസ്റ്ററായിരിക്കാം, ഡീക്കനായിരിക്കാം, വിശ്വാസിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം, മനുഷ്യൻ നിനക്ക് എന്താണോ നഷ്ടം വരുത്തിയത്, ഇന്ന് രാത്രി എന്റെ കർത്താവ് പറയുന്നു, മനുഷ്യൻ നിനക്ക് നഷ്ടം വരുത്തിയെങ്കിൽ 4 മടങ്ങായി എന്റെ കർത്താവ് നിനക്ക് തിരികെ നൽകുവാൻ പോകുന്നു. അയ്യോ പോരാ, നന്നായി ഒരു കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ചില ആന്റിമാർ മിണ്ടുന്നില്ല, ചില അങ്കിൾമാർ എന്നെ തുറച്ചു നോക്കുന്നു. അവർ പറയും, ദൈവത്താൽ വന്ന നഷ്ടമല്ല, മനുഷ്യനാൽ വന്ന നഷ്ടമല്ല, സാത്താനാണ് നിനക്ക് നഷ്ടം വരുത്തിയത്. പിശാച് നിനക്ക് നഷ്ടം വരുത്തിയെങ്കിൽ സദൃശവാക്യം 6:30-31 വേദപുസ്തകം പറയുന്നു, പിശാച് നിനക്ക് നഷ്ടം വരുത്തിയെങ്കിൽ 7 മടങ്ങായി ദൈവം നിനക്ക് തിരികെ നൽകുന്നവൻ അത്രേ. ഈ രാത്രി മനസ്സിലാക്കുന്നത്, വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇരട്ടിയായി 4 മടങ്ങായി 7 മടങ്ങായി നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് തിരികെ നൽകുന്ന, ഇരട്ടിയായി 4 മടങ്ങായി 7 മടങ്ങായി ദൈവം നിനക്ക് തിരികെ നൽകുന്ന യേശുവിന്റെ നാമത്തിൽ 2013 ഡിസംബർ മാസം 28-ാം തീയതി വരെ തിരിഞ്ഞു നോക്കുമ്പോൾ തൂകിപ്പോയ വെള്ളം പോലെ പലതും നിനക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ, യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, നഷ്ടപ്പെട്ടത് നിന്നിലേക്ക്, നിന്റെ തലമുറകളിലേക്ക് ഇരട്ടിയായി 4 മടങ്ങായി 7 മടങ്ങായി പോരാ, ഇരട്ടിയായി 4 മടങ്ങായി 7 മടങ്ങായി പോരാ, ഇരട്ടിയായി 4 മടങ്ങായി 7 മടങ്ങായി അവ തിരികെ വരുന്നു. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. നഷ്ടവും കഷ്ടവും കണ്ടവരെ യേശു നിന്നെ സന്ദർശിക്കുകയാണ്. 2 പേരെ തൊട്ട് മുഖത്ത് നോക്കി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, അവൻ തിരികെ തരുന്ന കർത്താവാണ്. ഒന്ന് പറഞ്ഞാട്ടെ, മുഖത്ത് നോക്കണം. അവൻ തിരികെ തരുന്ന കർത്താവാണ്. അവൻ തിരികെ തരുന്ന കർത്താവാണ്. അവൻ തിരികെ തരുന്ന കർത്താവാണ്. ഗർഭത്തിൽ കിടന്ന ശിശുവാണോ അബോർട്ട് ചെയ്ത് പോയത്? ബാങ്കിൽ കിടന്ന പൈസയാണോ അൺഎക്സ്പെക്റ്റഡ് എടുത്ത് ചെലവഴിക്കേണ്ടതായ അവസ്ഥ വന്ന നഷ്ടം കണ്ടത് വന്നത്? ഇന്ന് രാത്രി ദൈവാത്മാവ് കാണുന്നു. എക്സ്റേക്കും സ്കാനിങ്ങിനും കാണുവാൻ കഴിയാത്തത് അഗ്നിജ്വാലക്കൊത്ത
അഗ്നിജ്വാലക്കത്ത കണ്ണോട് കൂടിയവൻ പറയുന്നു, നിന്റെ ജീവിതം നഷ്ടത്തിന്റെ സിംബൽ അല്ല, നിന്റെ ജീവിതം ഒരു നഷ്ടപരിഹാരത്തിന്റെ സിംബലായി, നഷ്ടപ്പെട്ടത് തിരികെ നൽകുന്ന സിംബലായി, അടയാളമായി ദൈവം തീർക്കുവാൻ പോകുന്നു. നഷ്ടത്തിന്റെ ചോദ്യചിഹ്നമായിട്ടല്ല, നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കുന്ന ഒരു ആശ്ചര്യചിഹ്നമായി ദൈവം നിന്നെ തീർക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അത് ഇന്ന് രാത്രി ആരംഭിക്കുക, ഇന്ന് രാത്രി ആരംഭിക്കുക, ഇന്ന് രാത്രി ആരംഭിക്കുക. ഇന്ന് രാത്രി ദൂതന്മാർ പുറപ്പെടുക. ഇന്ന് രാത്രി ദൂതന്മാർ പുറപ്പെടുക. ഇന്ന് രാത്രി വാതിലുകൾ തുറക്കുക. ഇന്ന് രാത്രി ശത്രുവിന്റെ പാളികത്തിന് നാശം സംഭവിക്കുക. ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി ഏറ്റെടുത്തോ. ഇത് സാധാ കൺവെൻഷൻ അല്ല. യേശുവിൻ നാമത്തിൽ സ്വർഗം തുറക്കുന്നു. ദൈവ 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 മഹത്വം ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വളഞ്ഞിരിക്കുന്ന എല്ലാം നേരെയാകട്ടെ, എല്ലാ വഴികളും നേരെയാകട്ടെ. ഓ, പാമ്പ് വളഞ്ഞു നടക്കുമ്പോൾ സിംഹം നേരെ നടക്കുന്നവനത്രേ. ഒന്നിനും വഴിമാറാത്ത സിംഹം, യഹൂദ ഗോത്രത്തിലെ സിംഹം കുടുംബങ്ങളെ, വ്യക്തികളെ, തലമുറകളെ വഴിയെ ചൊവ്വാക്കട്ടെ. വഴിയെ ചൊവ്വാക്കുന്ന ദൈവ പ്രവൃത്തി, 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 വഴിയെ ചൊവ്വാക്കുന്ന ദൈവ പ്രവൃത്തി ഈ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. ഫലത്തിന്റെ അനുഭവങ്ങൾ വെളിപ്പെടട്ടെ. സകലത്തിലും ഫലം, സകലത്തിലും ഫ്രൂട്ട്ഫുൾനെസ്, സകലത്തിലും ഫലം വെളിപ്പെടട്ടെ. ഫലം കായ്ക്കുന്ന ശുശ്രൂഷ ബ്രദർ, ഫലം കായ്ക്കുന്ന സഭ, ഫലം കായ്ക്കുന്ന ഭാവി, ഫലം കായ്ക്കുന്ന കൺവെൻഷൻ, ഫലം കായ്ക്കുന്ന ക്രൂസൈഡ്, ഫലം കായ്ക്കുന്ന കോൺഫറൻസ്. യേശുവിൻ നാമത്തിൽ ഈ തലമുറയിൽ ഫലം കായ്ക്കുന്ന ജീവിതം. നഷ്ടം നഷ്ടം കണ്ട ജനമല്ല, നഷ്ടപ്പെട്ടത് തിരികെ നൽകുന്ന കർത്താവത്രേ. വീണ്ടും വേദപുസ്തകം പറയുന്നു, സഹോദരങ്ങളെ, ഓ സ്തോത്രം, വാഴി ചൊവ്വല്ല, ദൂരെ നിന്നാലേ അതേ കാട്ടത്തിയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്തോത്രം, അതെ 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 നഷ്ടപ്പെട്ടതായ ജനമാണ്. കാരണം കള്ളന്മാരുടെ ചുറ്റുപാടാണ്. അവിടുത്തെ ജനം നോക്കിയാൽ തന്നെ സ്തോത്രം ഉയരം കുറഞ്ഞവരാണ്. ജോൺസൺ ബ്രദർ നമ്മൾ കണ്ടപ്പോൾ, തോമസ് കുട്ടി പാസ്റ്ററൊക്കെ നമ്മൾ നോക്കിയാൽ നല്ല ഉയരമുള്ളവരാണ്. സ്തോത്രം, ഗോലിയാത്തിന്റെ ക്ലാസ്സിലാണോ പഠിച്ചതെന്ന് നമുക്ക് തോന്നിപ്പോകും. സ്തോത്രം, ഓ ഉയരമുള്ള എല്ലാ സഹോദരന്മാർക്കായി സ്തോത്രം. ഇവിടെ പിന്നെ പറയും വേണ്ട, പ്രൈസ് അല്ലോ. അപ്പൊ നോക്കട്ടെ, സ്തോത്രം, അതെ ഉയരമുള്ളവർക്കായി സ്തോത്രം. എന്നാൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പോയാൽ, ഓ സ്തോത്രം, അതെ ഉയരം കുറഞ്ഞവരെ കാണുവാൻ കഴിയും. നിങ്ങൾക്ക് ഉയരം കുറവുണ്ടോ? നോ പ്രോബ്ലം, നിങ്ങളെ പണിയാനാണ് ഞാൻ വന്നത്, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. പക്ഷേ സ്തോത്രം നോക്കണം, ഈ പർട്ടിക്കുലർ ഇവിടത്തെ ജനത്തെ നിങ്ങൾ നോക്കിയാൽ, സഖായിയെ നോക്ക്, അവൻ ഉയരം കുറവാണ്. ഞാനതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ, വളർച്ചയില്ലെന്ന്. വളർച്ചയില്ലെന്ന്. സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും ഒക്കെ ആയി, പക്ഷേ അച്ചാച്ചൻ വളർന്നിട്ടില്ല. സ്തോത്രം, വളർന്നിട്ടില്ല, വളർന്നിട്ടില്ല. ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്. വളർച്ചയില്ല, വളർച്ചയില്ല. എന്നാൽ യേശുവിൻ നാമത്തിൽ ഏത് ഭൂഖണ്ഡത്തിലാണോ ദൈവം നമ്മെ അയക്കുന്നത്, ഏത് രാജ്യത്താണോ ദൈവം നമ്മെ അയക്കുന്നത്, ഏത് സാഹചര്യത്തിലാണോ അങ്ങളെ ദൈവം ആക്കുന്നത്, ഏത് കൾച്ചറിലാണോ ദൈവം നമ്മെ നിർത്തുന്നത്, ഏത് ശുശ്രൂഷയിലാണോ നമുക്കായിരിക്കുന്നത്, ഞാൻ പറയട്ടെ, നമുക്ക് ഒരിക്കലും കരണ്ട് വരണ്ട് നിൽക്കാൻ കഴിയത്തില്ല. കാരണം ഇത് കുളമല്ല, ഇത് ഒഴുകുന്ന നദിയത്രേ. ഇത് ഒഴുകുന്ന നദിയത്രേ. നമുക്കൊരു വളർച്ചയുണ്ട്, നമുക്കൊരു വളർച്ചയുണ്ട്. സഭയ്ക്ക് വളർച്ചയുണ്ട്, സഭയ്ക്ക് വളർച്ചയുണ്ട്, സഭയ്ക്ക് വളർച്ചയുണ്ട്. വളർത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികളുടെ നടുവിൽ, വളർത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്നതായ പ്രതികൂലങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ആത്മാവുള്ളവൻ വിളിച്ചു പറ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ല്, എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. കാര്യം എന്തെന്നറിയോ? സ്തോത്രം, പണ്ടൊരു ഫറവോൻ പറഞ്ഞു, ഓ ഇതിന് കീഴിലുള്ള ഒന്നിനെ ഞാൻ വളർത്തത്തില്ല. പിന്നെ ഹെരോദാവ് പറഞ്ഞു, ഇതിന് കീഴിലുള്ള ഒന്നിനെ വളർത്തത്തില്ല. എന്നാൽ ഇന്ന് രാത്രി കേരളത്തിൽ പാറശാല മുതൽ അങ്ങ് ദൂരെ കാസർഗോഡ് വരെ 14 ജില്ലകളിൽ ഇവിടെ സഭ വളരത്തില്ല. ഇവിടെ അഭിഷിക്തനെ വളർത്തത്തിൽ വെല്ലുവിളിക്കുന്ന ശക്തികളുണ്ട്. ഞങ്ങൾ വേദനയോടെ 100 കണക്കിന് മൈലുകൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലൊരു ബോങ്ക വരുന്നത് അസാധ്യമാണ്, കേരളത്തിലൊരു ബില്ലിഗ്രഹം വരുന്നത് അസാധ്യമാണ്. കാരണം ഇവിടെ വളരുന്നതിനെ വെട്ടാൻ പുറത്തുനിന്ന് ആരും വരണ്ട. ഇവിടെ ഒത്തിരി കോടാലി അകത്ത് തന്നെ ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി അകത്തുള്ള കോടാലിയെ തലോടാനല്ല, അഭിഷേകം മുഖങ്ങളെ തകർക്കും.
യേശുവിന്റെ നാമത്തിൽ നീ പറയുമായിരിക്കും, എന്റെ പ്രേഡ് മാർഡർ എന്നെ സഹായിക്കുന്നില്ല, എന്റെ ഡീക്കൻ എനിക്ക് താങ്കൾ തരുന്നില്ല, എനിക്ക് ബർണബാസ് ഇല്ല, എനിക്ക് പൗലൂസ് ഇല്ല, ഓ എന്റെ കൈ ഉയർത്താൻ ആരുമില്ല, എന്നെ വളർത്തുന്ന മണ്ണല്ല കേരളത്തിൻ്റെത്, അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല. നോക്ക്, PG വർഗീസ് ഡൽഹി പോയി വളർന്നു, MA വർഗീസ് ബാംഗ്ലൂർ പോയി വളർന്നു. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് തിരുവനന്തപുരത്ത് തന്നുവിട്ട ദൂത് ഇതാണ്: നീ പ്രശ്നം കണ്ട് ഓടുന്നവൻ അല്ല. യേശുവിന്റെ നാമത്തിൽ ആ കാലം കഴിഞ്ഞ് നീ ഓടത്തില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ഒരു തലമുറ കേരളത്തിലേതാ എഴുന്നേൽക്കുകയാണ്. കഴിഞ്ഞ തലമുറയിൽ പാസ്റ്റർ CK ഡാനിയലിന്റെ, TG ഉമ്മച്ചന്റെ, K അബ്രഹാമിന്റെ പിതാക്കന്മാരുടെ ദൈവം ഈ തലമുറയിൽ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഇത് തളരുന്ന തലമുറയല്ല, ഇത് വളരുന്ന തലമുറയത്രേ. വളർച്ച വളർച്ച വളർച്ച. വാ തുറന്ന് വാ തുറന്ന് വാ തുറന്ന്. എന്നെ കേൾക്കുന്ന സഹോദരനെ, സഹോദരിയെ, എന്നെ കേൾക്കുന്ന ദേവദാസന്മാരെ, ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ പിശാച് പറഞ്ഞ സകല കള്ളത്തെ, സാത്താൻ പറഞ്ഞ സകല ഭോഷ്കിനെ, അതിന്റെ കൊമ്പിനെ അല്ല ഞാൻ വെട്ടുന്നത്. പരിശുദ്ധാത്മാവ് അതിന്റെ വേരിനെ വലിച്ചു പിഴുത് കളയുകയാണ്. നീ വളരാൻ പോകുന്നു. നീ കേരളത്തിൽ വളരാൻ പോകുന്നു. കേരളത്തിൽ സഭ വളർച്ച ഉണ്ടാകാൻ പോകുന്നു. UDF ജയിക്കോ? എനിക്കറിയത്തില്ല. മോഡി പ്രധാനമന്ത്രിയാകോ? എനിക്കറിയത്തില്ല. മൂന്നാം മുന്നണി ഉണ്ടാകുമോ? എനിക്കറിയത്തില്ല. കേജ്രിവാൾ 5 വർഷം തികയ്ക്കോ? എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിൽ ദൈവസഭ വളരും. ഒരു ഗവൺമെന്റിന്, ഒരു കോടതിക്ക് നിന്റെ വളർച്ചയെ തടയുവാൻ കഴിയത്തില്ല. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, എന്നെ പിടിച്ച് പൂജപ്പുര ജയിലിലിട്ടാലും ഞാൻ പറയും, ഞാൻ സ്തുതിച്ച് നിന്റെ ജയിലിനെ പൊളിച്ച് സഭ സ്ഥാപിക്കാൻ ദൈവത്തിന്റെ അഭിഷേകത്തിന് ഇന്നും കഴിയും. ദൈവസഭയെ തളർത്താൻ ആർക്കും കഴിയത്തില്ല. മുഖ്യമന്ത്രിയെ, മന്ത്രിയെ, പ്രതിപക്ഷ നേതാവെ, ദൈവസഭയെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നീ വിചാരിച്ച പോലും നിന്റെ വളർച്ചയെ നിനക്ക് തടയാൻ പറ്റത്തില്ല. കാരണം നീ വന്നിരിക്കുന്നത് ലയൺസ് ക്ലബിലല്ല, നീ വന്നിരിക്കുന്ന ദൈവസഭയില. ദൈവസഭയിൽ നിനക്കൊരു വളർച്ചയുണ്ട്. അടുത്തിരിക്കുന്ന 2 പേരെ നോക്കി, വലതും ഇടതും മുന്നിലും പിന്നിലും ഇരിക്കുന്ന ഒരു 2-3 പേരെ നോക്കി തൊട്ട് പറഞ്ഞാട്ടെ, നിങ്ങൾ വളരാൻ പോകുകയാണെന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ വളരാൻ പോവാ, നിങ്ങൾ വളരാൻ പോവാ. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഇതുപോലെ അല്ല, നമ്മൾ വളരാൻ പോവാ, നമ്മൾ വളരാൻ പോവാ. ദൂതിൽ നിനക്കൊരു വളർച്ചയുണ്ട്, വചനത്തിൽ നിനക്കൊരു വളർച്ചയുണ്ട്, നിന്റെ ആരാധന നിനക്കൊരു വളർച്ചയുണ്ട്, നിന്റെ സ്നാന ശുശ്രൂഷ നിനക്കൊരു വളർച്ചയുണ്ട്, നിന്റെ രോഗശാന്തിയിൽ നിനക്കൊരു വളർച്ചയുണ്ട്, നിന്റെ ദർശനത്തിൽ നിനക്കൊരു വളർച്ചയുണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും മേലോട്ടും താഴോട്ടും ദൈവകൃപയാൽ ദൈവജനം വളരുകയാണ്. വളർച്ച 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 വളർച്ച. ജോൺസണങ്ങളെ ഒരു സെർട്ടൻ ലെവലിൽ നിങ്ങൾ ഞാനൊക്കെ ഇങ്ങനെ വളർന്ന് വന്നപ്പോൾ, ഒരു സെർട്ടൻ ലെവലിൽ ഇങ്ങനെ വളർന്ന് വന്നപ്പോൾ, ഫറവോൻ പറഞ്ഞ അളവ് പോലെ, ഹെരോദാവ് പറഞ്ഞ ഒരു അളവ് പോലെ ആ സെർട്ടൻ ലെവലിൽ നമ്മൾ എത്തിയപ്പോൾ ശത്രു ഇതാ മതിൽ പണിതു. ശത്രു മതിൽ പറഞ്ഞു. ശത്രു മതിൽ പണിതിട്ട് പറഞ്ഞ, നിന്നെ ഞാൻ ഒതുക്കുവാടാ, നിന്നെ ഞാൻ ഒതുക്കുക. എന്നാൽ മുല്ലയെ സൃഷ്ടിച്ച ദൈവം, കുരുമുളകിനെ സൃഷ്ടിച്ച ദൈവം ഇതെങ്ങനെയെങ്കിലും അടുത്ത ലെവലിൽ കയറാൻ ഒരു സ്റ്റാൻഡിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് അടുത്ത ലെവലിൽ കയറി. ഇവിടെ കുരുമുളക് ഇല്ലയോ? എല്ലാം പട്ടുപോയോ? ഇവിടെ മുല്ലയൊന്നും ഇല്ലയോ? സ്തോത്രം. അയ്യോ, എനിക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ 2 തൈ കൊണ്ടുവന്നേനെ. ഇത് അടുത്ത ലെവലിലേക്ക് പൊങ്ങണമെങ്കിൽ ഇതിന് നല്ലൊരു
യുദ്ധം, നല്ലൊരു സ്റ്റാൻഡ് ആവശ്യം. ഇതെവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു നോക്കുമ്പോഴാ ശത്രു തിന്മയ്ക്കായി പണിയുന്നത്. അവൻ നിനക്ക് തിന്മയ്ക്കായി പണിതതുണ്ടല്ലോ. ഓ നസ്രേത്തിലെ ആശാരി നന്മയ്ക്കായി. അവന് തിന്മയ്ക്കായിട്ട നിനക്ക് പണിതത്. എന്നാൽ കർത്താവ് പറയുന്നു, ഇല്ല കുഞ്ഞെ, കാൽപ്പോടെ കാത്തിരിക്കെ. ചില സെക്കൻഡുകൾ കൂടെ, ചില ദിവസങ്ങൾ കൂടെ, ചില മണിക്കൂർ കാത്തിരിക്കെ. അത് നന്മയ്ക്കാക്കി ഞാൻ തീർക്കുകയാണ്. അങ്ങനെ മതിൽ പണിതപ്പോഴാണ് എൻ്റെ ദൈവം ശത്രുവിൻ്റെ മതിലിന്മേൽ അവനെ പടർത്തിയത്. നിനക്ക് വിമർശനമുണ്ടോ? നിനക്ക് നിന്നെ കുറ്റം പറയുന്നവരുണ്ടോ? നിന്നെ ഒതുക്കുവാൻ ശ്രമിക്കുന്നവരുണ്ടോ? ഡർബനിലോ ദുബായിലോ അല്ല, സിംഗപ്പൂരിലോ അതിനപ്പുറത്തോ ടോക്കിയോയിലോ അല്ല. നിനക്കെതിരെ കോടിയുടെ മുൻപിൽ, നിനക്കതിനെ മതിൽ പണിതവരുടെ മുൻപിൽ അവർ മതിൽ പണിത അതിന് മേലെ പടരുവാൻ, അതിന് മേലെ പടരുവാൻ. ഒന്ന് ചിരിച്ച സ്വത്രം പറ, ഒന്ന് ചിരിച്ച സ്വത്രം പറ. വിശ്വാസത്തെ കണ്ടൊന്ന് ചിരിച്ച്, പല്ല് തേച്ചവർ മാത്രം ഒന്ന് സ്ഥിതിച്ച സ്വത്രം പറ. അതിന് മേലെ പടരുവാൻ. മഴ പെയ്യുമ്പോൾ എല്ലാ പക്ഷികളും നനയുക. പക്ഷെ വേണ്ട കഴുകൻ വരുന്ന നോക്ക്, കഴുകൻ വെള്ളമില്ലാത്ത ഭൂഖണ്ഡത്തിൽ നിന്ന് വരുന്ന പോലെ കഴുകൻ വരുന്ന നോക്ക്. യവൻ നനഞ്ഞിട്ടേ ഇല്ല. എന്താ യവൻ നനയാത്തത്? അതേ, കാർമേഘത്തിന് കീഴിൽ ഈ പുള്ളി പറക്കത്തില്ല. യവൻ കാർമേഘത്തിന് മേലെയാ പറക്കുന്നത്. നിനക്കെതിരെ ഏതൊക്കെ കാർമേഘം വന്നിരിക്കുന്നു ദേവദാസനെ? നിനക്കെതിരെ ഏതൊക്കെ കാർമേഘം നിന്റെ ചർച്ചിനകത്തും പുറത്ത് സെൻട്രലൊക്കെ മൂടിക്കിടപ്പുണ്ട്. ദൈവാത്മാ പറയുന്നു, നിന്റെ ഗിയർ ചേഞ്ച് ചെയ്യും. നിന്റെ ഗിയർ ചേഞ്ച് ചെയ്യ്. അടുത്ത മണ്ഡലത്തിലേക്ക് കയറ്, അടുത്ത ലെവലിലേക്ക് കയറ്. നിന്റെ പ്രാർത്ഥന അടുത്ത ലെവലിലാകട്ടെ. നിന്റെ ഉപവാസം, നിന്റെ ആരാധന, നിന്റെ സ്തുതി അടുത്ത ലെവലിലാകട്ടെ. അങ്ങനെ ഒരു കാര്യം വന്നിട്ട് ഇല്ല എന്ന ക്രമത്തിൽ ഓ മേഘത്തിനും മീതെ പറക്ക്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ തളരുന്ന ജനമല്ല, നിങ്ങൾ ഉടയുന്ന ജനമല്ല. നിങ്ങളെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. എല്ലാ ഭിന്നതയുടെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? പമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭിന്നതകളെ ശാസിക്ക്, എല്ലാ ഗൂഢാലോചനകളെ ശാസിക്ക്, എല്ലാ സെന്റർ പറഞ്ഞുള്ള പോരുകളെ ശാസിക്ക്. നിങ്ങൾ ഉടയുന്നവരല്ല, നിങ്ങൾ തകരുന്ന ല്ല, യേശുവിൻ നാമത്തിൽ നിങ്ങൾ വളരുന്നവരത്രേ. യേശുവിന്റെ നാമത്തിൽ ഓ ഗ്ലോറി. കുഞ്ഞുങ്ങളെല്ലാം സ്തോത്രം പറഞ്ഞ് ആരാധിച്ചാടെ, അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചാൽ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്തൊരു വളർച്ചയ്ക്കായി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. പിതാക്കന്മാർ കാണാത്തൊരു ശുശ്രൂഷയ്ക്കായി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പാസ്റ്റർ CK ഡാനിയൽ കാണാത്തത് പാസ്റ്റർ ജോൺസൺ ഡാനിയൽ കണ്ടു എങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കാണാത്തത് നിന്റെ മക്കൾ കാണുവാൻ പോകുന്നു. അവർ കാണാത്തവർ കൊച്ചുമക്കൾ കാണാൻ പോകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ കാണാത്തത് കുഞ്ഞുങ്ങളെ നിങ്ങൾ കാണുവാൻ പോകുന്നു. വായു തുറന്ന് ആരാധിക്ക്, വളരുന്ന ജനം. രണ്ട് കരങ്ങൾ അടിച്ച് ശബ്ദമുയർത്തി, മലയാളമല്ല അന്യഭാഷ ഉയരട്ടെ. ഇത് കത്തോലിക്കന്റെ ആത്മാവല്ല, പ്രൊട്ടസ്റ്റന്റിന്റെ ആത്മാവല്ല, പെന്തിക്കോസിന്റെ ആത്മാവല്ല, ദൈവാത്മാവിന്റെ മഴ ജനത്തിൽ വെളിപ്പെടട്ടെ. ജനത്തിൽ വെളിപ്പെടട്ടെ. ജനത്തിൽ വെളിപ്പെടട്ടെ. ജനത്തിൽ വെളിപ്പെടട്ടെ. ജനത്തിൽ വെളിപ്പെടട്ടെ.
വളവുകളും തിരിവുകളും നിറഞ്ഞ ദുർഘടമായ പാത. ഇന്നലകളിൽ നീ വന്ന പാത ദുർഘടത്തിന്റെ പാത. നീ കരഞ്ഞത് നിനക്കോലും അറിയത്തില്ല, നിന്റെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല. ഓ ദുർഘടത്തിന്റെ പാത. നീ വന്നത് ന്യൂ ലൈഫ് സെമിനാരിയിൽ നിന്ന് വന്നെന്ന ജനം പറയുന്നേ. എന്നാൽ നീ പറയില്ല, എൻ്റെ ജീവിതത്തിന്റെ ഗതശമനയിൽ നിന്നാണ് ഞാൻ വന്നത്. ഓ നീ പറയും, എൻ്റെ ശരീരത്തിൽ മുറിവില്ല, എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി മുറിവുകളുണ്ട്. ദുർഘടത്തിന്റെ പാത, ഫലം ലഭിക്കാത്തതായ ജീവിതങ്ങള്, ഒരു സെറ്റൽ ലെവലിനപ്പുറം വഹിരാൻ കഴിയാത്ത അവസ്ഥകള്. ഓ സ്തോത്രം, അതേ നഷ്ടം കണ്ടതായ കാര്യങ്ങള്. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ദൈവം പറയുന്നു, ചരിത്രത്തെ BC എന്നും AD എന്നും അവൻ രണ്ടായി വിഭാഗിച്ചുവെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായില്ല, ചരിത്രത്തെ BC എന്നും AD എന്നും അവൻ രണ്ടായി വിഭാഗിച്ചുവെങ്കിൽ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ചരിത്രത്തിലേക്ക്, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു അധ്യായത്തിലേക്ക് നിന്നെ കൈപിടിച്ചു കയറ്റുവാൻ യേശു നിന്നെ സന്ദർശിക്കുന്നു. വഴി നല്ലതല്ലെങ്കിലേ, ഓ ഫലമില്ലാത്തതാണെങ്കിലേ, ഓ സ്തോത്രം, അതേ ഒരു സെറ്റൻ ലെവലിനപ്പുറം വളരാൻ കഴിയുന്നില്ല, പലതും നഷ്ടപ്പെടുകയാണ്. ഇനി ഇവിടെയുള്ള ജനത്തോട് അല്പം ഒന്ന് സഹകരിച്ചു നോക്ക്. ഇവൻ കൂടെ നിന്ന് കുതികാൽ വെട്ടുന്നവനാ. യവൻ തന്ത്രരൂപേണ കയ്യിലിരിക്കുന്ന മുഴുവൻ അടിച്ചു മാറ്റുക. അവൻ വാതറന്ന് ചിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, അയ്യോ എന്തൊരു സന്തോഷം. നോ, അവൻ ചിരിക്കുന്നത് നിന്നെ കണ്ടിട്ടല്ല, നിന്റെ പോക്കറ്റ് കണ്ടിട്ട് അവൻ ചിരിക്കുന്നത്. ഓ കൂടെ നിന്ന തന്ത്രരൂപേണ അടിച്ചു മാറ്റും. നിന്റെ പൈസയ്ക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ അഭിഷേകത്തിന് വേണ്ടിയായിരിക്കാം അവൻ നിന്റെ കൂടെ ചേർന്നത്. ഓ നിങ്ങൾക്ക് മനസ്സിലായി. എനിക്കിന്ന് രാത്രി ഇങ്ങോട്ട് മാത്രമല്ല, ഇങ്ങോട്ടും കൂടെ തിരിഞ്ഞൊന്ന് പ്രസംഗിക്കാനേ എനിക്ക് നിയോഗം. അതുകൊണ്ട് സ്തോത്രം ഞാൻ പറയട്ടെ, ചിലത് നിന്റെ കൂടെ കൂടുന്നത് നിന്നെ ഊറ്റാനാ. അവിടുത്തെ ജനം തന്ത്രശാലികളാ. ആ പട്ടണത്തിന്റെ ജനം ഉണ്ടല്ലോ, തന്ത്രശാലികളാ. തട്ടിയെടുക്കുന്നവരാ. ചിലത് കൂടെ ചേർന്ന് ആത്മാക്കളെ തട്ടിയെടുക്കാനാ. ചിലത് തട്ടിയെടുക്കാനാ. നിന്റെ കണ്ണുനീരും നിന്റെ വിയർപ്പും നിന്റെ രക്തവും കൊണ്ട് നീ പണിതിരിക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, വഴിയെ പോകുന്ന ചെന്നായ്ക്കളെയും ദുഷ്ടമൃഗത്തെ നീ വിളിച്ച് കയറ്റല്ലേ. ഓ ചിലത് സ്തോത്രം കൂടെ കൂടുന്നതവന് കൂടെ നിന്ന് തകർക്കുകയാണ്, വഞ്ചിച്ചെടുക്കുന്നവരാണ്. കുഞ്ഞുങ്ങളെ, അതിനർത്ഥം എന്ന് പറഞ്ഞാൽ സ്തോത്രം പിൻപിൽ നിന്ന് കുത്തുന്നവരാത്രേ. പിൻപിൽ നിന്ന് കുത്തുന്നവർ, സ്തോത്രം പിൻപിൽ നിന്ന് കുത്തുന്നവർ. കുഞ്ഞുമോൻ എന്ത് ചെയ്യാ? സ്തോത്രം സംശയം വാ, പെട്ടെന്ന് വാ, ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാനാണ്, പെട്ടെന്ന് വന്നാട്ടെ. ഓ പിൻപിൽ നിന്ന് കുത്തുന്നവനാണ്, സ്തോത്രം പിൻപിൽ നിന്ന് കുത്തുന്നവനാണ്, സ്തോത്രം. ആ 7 ജാതികളെ കുറിച്ച് സംശയ ദൈവം പറഞ്ഞു, 7 ജാതികളെ കുറിച്ച്. പക്ഷെ ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന് ഒരൊറ്റ ജാതിയെ കുറിച്ച് കർത്താവ് പറഞ്ഞല്ലോ. അതത്ര അമാലേക്കൻ എന്ന് പറയുന്നവൻ. അമാലേക്കൻ ഇതുപോലൊരു ജാതി ഉണ്ടോ? അവൻ ഒരിക്കലും മുന്നിൽ നിന്ന് ആക്രമിക്കത്തില്ല സംശയ, അവൻ പിന്നിൽ നിന്നാണ് ആക്രമിക്കുന്നത്. അവൻ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന നീ കാണുന്നില്ല സംശയ, പക്ഷെ എനിക്ക് കാണാൻ സംശയ. ഈ പിന്നിൽ നിന്ന് കുത്തുന്നവൻ, അതാണ് യെരിഹോവിന്റെ പ്രത്യേകത. താങ്ക് യു. സൂക്ഷിക്ക്, ദൈവാത്മാവ് വാൺ ചെയ്യുക, സ്തോത്രം സൂക്ഷിക്ക്. ഓ പ്രവാചകൻ വാ തുറന്ന പ്രവചന ദൂതേ വെളിപ്പെടത്തുള്ളൂ. ഓ സ്തോത്രം, അതെ പിൻപിൽ നിന്ന് കുത്തുന്നവൻ. നോക്കി, ആ പട്ടണത്തിന്റെ പ്രത്യേകത പലതിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. പലതിനെ നമുക്ക് വിശ്വസിക്കാം. യവ എപ്പ കാല് മാറുമെന്നറിയത്തില്ല, യവ എപ്പ സെന്ററിൽ കത്തെഴുതുമെന്നറിയത്തില്ല. യവൻ എപ്പോ 3 വർഷം തികഞ്ഞതിന് ശേഷം അതേ എൻ്റെ സത്തെല്ലാം ഊറ്റിയെടുത്ത് കൊത്തായി എന്നെ പുറത്തിടുമെന്ന് അറിയത്തില്ല. ഓ പിൻപിൽ നിന്ന് കുത്തുന്നവൻ. ഇന്ന് രാത്രി പാസ്റ്റർമാരെ പിൻപിൽ നിന്ന് കുത്തുന്ന അച്ചാച്ചന്മാർ കേൾക്കുന്നു. ഇന്ന് രാത്രി പിൻപിൽ നിന്ന് കുത്തുന്ന അതേ കുടുംബങ്ങൾ കേൾക്കുന്നു. മനസ്സിലാക്കുക, ആ സ്പിരിറ്റിന്റെ പേരത്രേ ദൈവാത്മാവല്ല, പരിശുദ്ധാത്മാവല്ല, അത് അമാലേക്കന്റെ ആത്മാവ്. അമാലേക്കനെ ആകാശത്തിന് കീഴിൽ നിന്ന് എൻ്റെ ദൈവം അവന്റെ ഓർമ്മയെ ദൈവം ഛേദിപ്പിച്ചു. ബ്രദർ സുരേഷ് ബാബു പ്രസംഗിക്കുന്ന ഇന്ന് രാത്രി അമാലേക്കനില്ല. കാരണം പിൻപിൽ നിന്ന് കുത്തുന്നവനാണ്. ദൈവം അവനെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ദൈവദാസന്മാരെ, വിശ്വാസികളെ പിന്നിൽ നിന്ന് കുത്തുന്നവരാണോ? നീ ഒരിക്കലും ദൈവകൃപയിൽ കാണത്തില്ല, നീ ഒരിക്കലും പ്ലാറ്റ്ഫോമിൽ കാണത്തില്ല, നീ ഒരിക്കലും ശുശ്രൂഷയെ കാണത്തില്ല. ഓ സ്തോത്രം, മുറിക്കാനല്ല മുറിവ് കെട്ടുവാൻ അത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ.
പിൻപിൽ നിന്ന് കുത്തുന്നവർ. പക്ഷെ എന്തിനാ ദൈവം ചിലപ്പോൾ അത് ഏൽപ്പിക്കുന്നത്? എന്താ ദൈവം അനുവദിക്കുന്നത്? അങ്ങനെ പിന്നിൽ നിന്ന് കുത്ത് കിട്ടാതിരുന്നെങ്കിൽ പഴയ 97 സ്റ്റൈലിൽ തന്നെ നീ നിന്നേനെ. സ്തോത്രം. അച്ഛൻ എഴുതിയ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, എല്ലാം നന്മയ്ക്കായി ഒന്ന് പറഞ്ഞാട്ടെ. പറ, എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി. പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തലയിൽ കൈവച്ച് പറഞ്ഞാട്ടെ, അവൻ്റെ തലമേൽ കൈവച്ച് പറഞ്ഞാട്ടെ, എടോ തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി. ചില കുത്തൽ നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് ദൈവം നിന്നെ തള്ളിയത് കൊണ്ടല്ല. ചില താഴ്വരകൾ ദൈവം നിന്നെ ഇട്ടുകളഞ്ഞത് അവൻ നിന്നെ മറന്നത് കൊണ്ടല്ല. നിന്നെ കുത്തി ആർക്കും ചിന്തിപ്പാൻ കഴിയാത്ത ലെവലിൽ നിന്നെ തള്ളി കയറ്റാൻ അത്രേ. ദൈവം ചിലത് അതിനുവേണ്ടി അത്രേ ദൈവം ചിലത് നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്, ദൈവം ചിലത് അനുവദിക്കുന്നത്. പാസ്റ്റർ ബാബു ചെറിയാൻ 2 വർഷം മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുരേഷേ സ്തോത്രം, അതെ നിനക്ക് നീ തിരുവനന്തപുരം ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കയറി നിന്നെന്ന് ചിന്തിക്ക്. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കയറി നിന്ന് കൈ കാണിച്ചു, ആ വണ്ടി നിർത്തിയില്ല. തിരുവനന്തപുരം ഡ്രൈവർ ഉണ്ടല്ലോ, മഹാഭാവി എന്ന് വേണമെങ്കിൽ പറയാം. സ്തോത്രം, ഞാൻ അയാൾ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാലും ആ തിരുവനന്തപുരം ഡ്രൈവർ വണ്ടി മാറ്റിയാണ് നിർത്തിയത്. എല്ലാവരും പറഞ്ഞു സുരേഷിന് ആ വണ്ടി കിട്ടത്തില്ല. സ്തോത്രം. എല്ലാവരും പറഞ്ഞു സുരേഷിന് ആ വണ്ടി കിട്ടത്തില്ല. പക്ഷെ എല്ലാവരും സുരേഷിന് ആ വണ്ടി കിട്ടത്തില്ല, കാരണം അത് മാറ്റിയാണ് നിർത്തിയത് എന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നൊന്നും അറിയത്തില്ല, ഒരു ഭയങ്കരം പട്ടി എന്നെ കടിക്കാനായിട്ട് കുരച്ചുകൊണ്ട് ചാടി. നിങ്ങൾക്ക് മനസ്സിലായോ? വലിയൊരു പട്ടി എന്നെ കടിക്കാനായിട്ട് സ്തോത്രം കുരച്ചിട്ട് ചാടി. ആ പട്ടിയുടെ കുരയും അതിൻ്റെ വരവും കണ്ടപ്പോൾ ഞാൻ ഓടി. PT ഉഷ മെഡലിന് വേണ്ടിയാണ് ഓടിയതെങ്കിൽ ഞാൻ ജീവന് വേണ്ടിയാണ് ഓടിയത്. PT ഉഷ മെഡലിന് വേണ്ടിയാണ് ഓടിയത് അച്ഛാ, പക്ഷെ ഞാൻ ജീവന് വേണ്ടി ഓടി. ഞാൻ ഓടി അന്തം വിട്ട് ഓടി, അന്തം വിട്ട് ഓടിച്ചെന്ന് ആ വണ്ടിയിൽ അങ്ങ് വണ്ടി കയറി രക്ഷപ്പെട്ട്. സ്തോത്രം. വണ്ടി കയറി രക്ഷപ്പെട്ടിട്ട് ആ പട്ടിയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, താങ്ക് യു. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വണ്ടി മിസ് ചെയ്തേനെ. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ലെവൽ എനിക്ക് മിസ് ചെയ്തേനെ. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ലെവലിലേക്ക് ഞാൻ വരത്തില്ല. ഇന്നലകൾ വന്ന എല്ലാ തിന്മകൾക്കായി വായ തുറന്നു സ്തോത്രം പറ. പോരാ, ഒരു ഹല്ലേലൂയ അല്ല ഞാൻ പറയാൻ പറഞ്ഞത്. ഇന്നലെ വന്ന എല്ലാ പൊട്ടിക്കരച്ചിലുകൾക്ക്, എല്ലാ കണ്ണുനീരുകൾക്ക്, എല്ലാ റിജക്ഷന്, എല്ലാ പെയിന്, എല്ലാ ഉടവുകൾക്ക്, എല്ലാ പ്രശ്നങ്ങൾക്ക്, ഇന്നലെ വന്ന എല്ലാ തിന്മകൾക്കായി സ്തോത്ര. ഹല്ലേലൂയ. ഈ വർഷത്തെ അവസാനത്തെ ശനിയാഴ്ച 2013 ഞാൻ അനുഭവിച്ച എല്ലാ തിന്മകൾക്കായി സ്തോത്രം. 2013 ഞാൻ അനുഭവിച്ച എല്ലാ തിന്മകൾക്കായി സ്തോത്രം. തിന്മയുടെ പാക്കേജിലാണ് എൻ്റെ കർത്താവ് പലപ്പോഴും നന്മ കൊണ്ടുവരുന്നത്. ആ പാനപാത്രവാഹകൻ അവനെ ഉപേക്ഷിച്ചപ്പോൾ, അവനെ മറന്നു കളഞ്ഞപ്പോൾ, പാനപാത്രവാഹകൻ യോസഫിനെ മറന്നപ്പോൾ ഞാൻ വിചാരിച്ചു തിന്മയായിപ്പോൾ, എങ്കിലും അവൻ മറന്നല്ലോ. എന്നാൽ കർത്താവ് പറഞ്ഞു, കുറച്ചുകൂടെ താഴോട്ട് വായിക്ക്, ഒന്നും തിന്മയ്ക്കായിട്ടല്ല. സ്തോത്രം. പിന്നെ വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ മറന്നതിനായി സ്തോത്രം. പാനപാത്രവാഹകൻ യോസഫിനെ മറന്നതിനായി സ്തോത്രം. മനസ്സിലായോ? പാനപാത്രവാഹകൻ പഴയ നിയമത്തിലെ യോസഫ്, യാക്കോബിന്റെ മോൻ, അവനെ മറന്നതിനായി സ്തോത്രം. ആ പാനപാത്രവാഹകൻ അവനെ ഓർത്തിരുന്നെങ്കിൽ പാനപാത്രവാഹകന്റെ പേഴ്സണൽ സെക്രട്ടറിയായി ഈ യോസഫ് തീർന്നേനെ. എന്നാൽ ചിലർ നിന്നെ മറക്കുന്നതിനായി സ്തോത്രം, ചില വാതിലുകൾ അടയുന്നതിനായി സ്തോത്രം, ചിലർ തള്ളുന്നതിനായി സ്തോത്രം, ചിലർ നിന്നെ മാറ്റി നിർത്തുന്നതിനായി സ്തോത്രം. അപ്പോഴാണ് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് എന്റെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നത്, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. യേശുവിന്റെ നാമത്തിൽ തീർന്നില്ല സഹോദരങ്ങളെ. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വഴികള്, ഫലമില്ലാത്തതായ മരങ്ങള്, കൊയ്ത്തില്ലാത്ത പട്ടണം, ഒരു സെർട്ടൻ ലെവലിനപ്പുറം വളരുവാൻ കഴിയുന്നില്ല. ചതിയാലും ഉപായത്താലും നിറയപ്പെട്ടതായ ജനം. പോരെങ്കിൽ നോക്ക്, ആ പട്ടണത്തിൽ കർത്താവ് സന്ദർശിപ്പാൻ തീരുമാനിച്ചു, അവിടുത്തെ ഉപായത്തെ മാറ്റുവാൻ. ഇന്ന് രാത്രി ദൈവസഭയെ നോക്കി പറയട്ടെ, ഉപായം കൊണ്ടല്ല സഭ പണിയേണ്ടത്, തന്ത്രം കൊണ്ടല്ല സഭ പണിയേണ്ടത്, വെളിപ്പാട് കൊണ്ടാണ് സഭ പണിയേണ്ടത്.
തന്ത്രം കൊണ്ടല്ല സഭ പണിക്കേണ്ടത്. നോ 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 വെളിപ്പാട് കൊണ്ടാണ് സഭ പണിക്കേണ്ടത്. എവിടെ വെളിപ്പാട് കിട്ടുന്നത്? ഇന്റർനെറ്റിൽ ലൈബ്രറിയിലുമല്ല വെളിപ്പാട് കിട്ടുന്നത്. മുട്ടുമടക്കിക്കൊള്ളണം. നിന്റെ ചുറ്റും ആരും കാണത്തില്ല. നിന്റെ അമ്മായിയപ്പനും അമ്മയും മാതാപിതാക്കളും സഹോദരങ്ങളും ആരും ചുറ്റും കാണത്തില്ല. നിന്റെ ഒറ്റപ്പെട്ട പത്മോസ് വെളിപ്പെടുമ്പോൾ, ആരുമില്ലാത്ത ഒറ്റപ്പെട്ട പത്മോസ് നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, മേലെ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. നിന്റെ ഒറ്റപ്പെട്ട പത്മോസിലത്രേ സഭ പണിയുന്ന വെളിപ്പാട് ദൈവം നിനക്ക് നിന്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നത്. ഓ കർത്താവ് പറഞ്ഞു, ഈ പട്ടണത്തിൻ്റെ അവസ്ഥയെ ഞാൻ മാറ്റ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്തോത്രം, വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുകൾ, ഫലമില്ലാത്തതായ വൃക്ഷങ്ങൾ, ഒരു പ്രത്യേക ലെവലിനപ്പുറം വളരാൻ കഴിയാത്തവർ, കള്ളന്മാരാൽ കവർച്ചയാൽ നിറയപ്പെട്ടവർ, സ്തോത്രം, അതേ ഉപായ രൂപത്തിൽ, ഉപായ ആത്മാവിനിൽ, ഉപായ മണ്ഡലത്തിൽ ജീവിക്കുന്നതായ ജനം ആ പട്ടണത്തെ കർത്താവ് സന്ദർശിപ്പാൻ തീരുമാനിച്ചു. രണ്ടുപേരെ തൊട്ട് ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, കർത്താവ് നമ്മെ സന്ദർശിക്കുകയാണ്. പറഞ്ഞാട്ടെ ഒരിക്കൽ കൂടെ പറ, കർത്താവ് നമ്മെ സന്ദർശിക്കുകയാണ്. കർത്താവ് നമ്മെ സന്ദർശിക്കുകയാണ്. തിരുവചനം പറയുന്നു, കർത്താവ് കുറച്ച് നേരം ആ പട്ടണത്തിൽ വന്ന് സന്ദർശിച്ചു. കർത്താവ് ഏതെങ്കിലും ദേശത്തിൽ, ഒരു സഭയിൽ, എന്തിനേറെ ഒരു കുടുംബത്തിൽ കർത്താവ് വന്ന് സന്ദർശിച്ചാൽ ആ കുടുംബം തൊലയത്തില്ല, ആ കുടുംബം നന്നാകത്തേ ഉള്ളൂ. അയ്യോ സ്തോത്രം. കർത്താവ് നിൻ്റെ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ, പ്ലാസ്മ ടി വി ഉണ്ടെങ്കിൽ എന്നല്ല, അപ്ഗ്രേഡ് ചെയ്ത കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ എന്നല്ല, നിൻ്റെ ചെതൽ പിടിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്നല്ല, പിന്നെയോ ചരിത്രത്തെ രണ്ടായി വിഭജിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഉദയ നക്ഷത്രമാകുന്ന യേശു നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, അവിടെ ഉയർച്ചയായിരിക്കും, അവിടെ നന്മയായിരിക്കും. യേശു കർത്താവ് പട്ടണത്തിൽ വന്ന് പാർത്ത്. നിങ്ങൾ ചിലർ മിണ്ടുന്നില്ല. ഞാനൊരു യഥാർത്ഥ സംഭവം പറയാം. ഏഷ്യാനെറ്റ് ഞങ്ങൾക്ക് ചില മാസങ്ങൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അനിൽ അഡൂർ എന്ന് പേരുള്ളതായ നല്ലൊരു സഹോദരനുണ്ട്. സ്തോത്രം, അതേ മാധ്യമരംഗത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വലിയൊരു ഓഫീസറാണ് പുള്ളി. സ്തോത്രം, അതേ ഹെഡ്ലൈൻസിനെ മാറ്റുവാൻ സ്വാധീനമുള്ളതായ ഒരു വ്യക്തി. അദ്ദേഹത്തിന് മുൻപിൽ വെച്ചത് സൈൻ ചെയ്യുമ്പോൾ അനിൽ സാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പെന്തിക്കോസുകാരെ കുറേ നാളായി ഞാനിങ്ങനെ നോക്കുമായിരുന്നു. എൻ്റെ വീട് തട്ടയ്ക്കടുത്ത, അടൂര് തട്ടയ്ക്കടുത്ത, അവിടെ ചുറ്റുപാട് ധാരാളം പെന്തിക്കോസുകാരുണ്ട്. എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ ഈ പെന്തിക്കോസുകാരെ നോക്കിയായിരുന്നു. പണ്ടാണെങ്കിൽ ഒരു പെന്തിക്കോസ് ആളിനകത്ത് എത്ര പേരുണ്ടെന്ന് അറിയണമെങ്കിൽ പുറത്ത് കിടക്കുന്ന ചപ്പലണിയാ മതി. അയാൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. അൻസാർ പറഞ്ഞു, സ്തോത്രം, പണ്ടാണെങ്കിൽ ഒരു 30 വർഷം മുമ്പ്, അതേ അല്ലെങ്കിൽ 40 വർഷം മുമ്പ് ഒരു പെന്തിക്കോസ് ഹാളിൻ്റെ പുറത്ത് സ്തോത്രം കിടക്കുന്ന ചപ്പലണിയാൽ മതി, അകത്ത് എത്ര പേരുണ്ടെന്ന് അറിയാം. പക്ഷെ ഇന്നാണെങ്കിൽ പുറത്ത് കിടക്കുന്ന കാറ് എണ്ണണം. പുറത്ത് കിടക്കുന്ന കാർ എണ്ണിയാല് അകത്ത് എത്ര പേരുണ്ടെന്ന് അറിവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം, യേശു എവിടെയാണ് ഉള്ളത്? അവിടെ മാറ്റമുണ്ടെന്ന്. കർത്താവ് വന്ന് 10 മിനിറ്റ് അച്ഛാ എവിടെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവിടെ ഒരു മാറ്റമുണ്ടെന്ന്. കർത്താവ് ഒന്ന് വന്നിട്ട് മാറ്റം അനുഭവിച്ചവർ മാത്രം കരങ്ങളെ ചലിപ്പിച്ച് ഹല്ലേലൂയ പറഞ്ഞാൽ, ഓ യേശു നിന്നെ മാറ്റുകയാണ്. യേശു നിന്റെ അവസ്ഥയ്ക്ക് മാറ്റുകയാണ്. കർത്താവ് അവിടെ വന്ന് അല്പനേരം സ്തോത്രം അവിടെ സമയം ചിലവഴിച്ച ശേഷം he was about to leave that city of Jericho. ആ യെരിഹോ പട്ടണത്തിൽ അവന് പുറത്തേക്ക് വരികയാണ്. നിന്റെ ബൈബിൾ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ സിറ്റി ഗേറ്റിന് അരികിൽ, ആ പട്ടണ വാതിലിനരികിൽ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ, പട്ടണവാതിക്കൽ പ്രഭുക്കന്മാരാണ് ഇരിക്കുന്നത്. പട്ടണത്തിന്റെ പിതാക്കന്മാരാണ് ഇരിക്കുന്നത്. പട്ടണത്തിന്റെ പ്രഭുക്കന്മാർ ഇരിക്കുന്നതായിട്ടാണ് രൂത്തിന്റെയും ബോവസിന്റെയും കല്യാണ ദിവസം പോലും നമ്മൾ കാണുന്നത്. പട്ടണത്തിന്റെ വാതിക്കൽ ഇരിക്കുന്നത് പ്രഭുക്കന്മാരാ, പട്ടണത്തിന്റെ മൂപ്പന്മാരാ. പ്രൈസ് ദി ലോർഡ്. മൂപ്പനല്ലേ, മൂപ്പൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പട്ടണത്തിന്റെ മൂപ്പന്മാർ അവിടെ ഇരിക്കുന്നത്, the elders of the city. എല്ലാ മൂപ്പന്മാർക്കായി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവരായിരിക്കും ആ പട്ടണത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്തോത്രം, അവിടെ പട്ടണത്തെ റെപ്രസെന്റ് ചെയ്ത് അവിടുത്തെ മൂപ്പന്മാരായിരിക്കും. അവർ വലിയ ധനികരായിരിക്കും, അവർ വലിയ പ്രശസ്തരായിരിക്കും, അവർ വളരെ സമ്പത്തുള്ളവരായിരിക്കും. എന്നാൽ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടല്ലോ ഈ ശപിക്കപ്പെട്ട പട്ടണത്തെ റെപ്രസെന്റ് ചെയ്ത് പ്രതിനിധീകരിച്ചിരിക്കുന്നത് ഒരു ഭിക്ഷക്കാരനായിരിക്കുന്നത്. അവനൊരു ഭിക്ഷക്കാരൻ, അവരെ കണ്ണുപൊട്ടനാ. എന്നാൽ ഞാൻ അവനെ അല്പം കൂടെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവന് നല്ലൊരു പേര് പോലും ഇല്ല. അവൻ നല്ലൊരു പേര് പോലുമില്ല. ശലോം ഗോസ്പൽ വോയിസുകൾക്ക് സ്തോത്രം, അതേ അവൻ അപ്പന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. തിമായിയുടെ മകനായ
ബർത്തിമായി. ഓ ബർത്തിമായി എന്ന വാക്കിനർത്ഥം തിമായിയുടെ മകൻ എന്നാണ്. ബർത്തിമായി അവൻ ജനിച്ചപ്പോഴേ കുരുടൻ എന്നാണ് സ്തോത്രം വില്യം ബ്രാക്കിനി പോലെയുള്ളതായ ചില കമന്റേറ്റേഴ്സ്, അതെ കമന്ററിക്കാർ പറയുന്നത്. ചില വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നു അവന് ജന്മനാ കുരുടനാണ്. അതുകൊണ്ട് നാട്ടുകാർ പറഞ്ഞ് അവനൊരു പേരിടണ്ട, വെറുതെ ഒരു പേരിട്ട് എന്തിനാ പേരിനെ കൂടെ ചീത്തയാക്കുന്നേ, അതുകൊണ്ട് നമുക്ക് അവന് പേരേ കൊടുക്കണ്ട. അങ്ങനെ സ്തോത്രം ഇവൻ ജന്മനാ കുരുടനാണ്. അപ്പന്റെ കുരുട്ട് കണ്ണിന്റെ പേരിൽ യവനും അറിയപ്പെട്ടാൽ മതി. അപ്പൻ കുരുടനായിരുന്നെന്നാണ് ചിലർ പറയുന്നത്. വേദപുസ്തക പണ്ഡിതന്മാർ ചിലർ പറയുന്നു എൻ്റെ കുടുംബത്തിൽ അപ്പൻ കുരുടനാണ്, മോനും കുരുടനാണ്. അപ്പൻ എവിടെയാണോ ഇരുന്ന് ഭിക്ഷ യാചിച്ചത് അതേ സ്ഥലത്ത് മോനും ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കട്ടെ, പിതാക്കന്മാർ വന്ന പ്രശ്നം നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കുന്നുവോ? അപ്പന്റെ ക്യാൻസർ നിനക്കും വന്നിരിക്കുന്നുവോ? അമ്മയുടെ ഹൃദ്രോഗം നിന്നെയും തുറച്ചു നോക്കുന്നു. പൂർവികരുടെ തളർവാദം നിന്നെയും പിടിക്കുമെന്ന് ഭയപ്പെടുന്നു. ഓ സ്തോത്രം, അവർക്ക് വന്ന ഓപ്പറേഷൻ നിനക്കുണ്ടാകുമെന്ന് ചിന്തിക്കുന്നുവോ? അവരുടെ ഉലച്ചിൽ നിന്റെ ജീവിതത്തിന് കിനാവളി പോലെ പിടിക്കുമെന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഊരിയ വാളുമായി സ്വർഗത്തിലെ ദൂതന്മാർ ആ പാരമ്പര്യത്തിന്റെ വള്ളിയെ വെട്ടിമാറ്റുവാൻ ഇറങ്ങി നിൽക്കുന്നു. ആ സീറ്റിൽ നിന്ന് യേശു നിന്നെ വിടുവിപ്പാൻ പോകുകയാണ്. അവർ കടം വാങ്ങി നശിച്ചെങ്കിൽ ദൈവം നിന്നെ കടം കൊടുക്കുന്നവനാക്കി തീർക്കുവാൻ പോകുന്നു. ക്യാൻസർ വന്ന് നശിച്ചെങ്കിൽ നീ കൈവയ്ക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നൂറുകണക്കിന് ക്യാൻസർ രോഗികൾ സൗഖ്യമാകുവാൻ വേണ്ടി പോകുന്നു. ഓ അവരുടെ കുടുംബജീവിതം ഉലഞ്ഞു എങ്കിൽ ഉലഞ്ഞു കിടക്കുന്ന അനേകം നൂറുകണക്കിന് കുടുംബങ്ങളെ അതേ സ്തോത്രം ഉലച്ചിൽ നിന്ന് വിടിവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. കാരണം സ്തോത്രം നീ വന്നിരിക്കുന്നത് അത് ദൈവത്തിന്റെ സഭയിലത്രേ. അപ്പൻ കണ്ട തിന്മ നീ കാണുകയില്ല, അമ്മ കണ്ട തിന്മ നീ കാണുകയില്ല. കമോൺ, എത്ര പേർ ആമേൻ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. അപ്പന്റെ വീട്ടുകാർ അമ്മയുടെ വീട്ടുകാർ കണ്ട തിന്മ നീ കാണുകയില്ല. അബ്രഹാമിന്റെ കാലത്ത് കൊയ്ത്തുണ്ട്, അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി, അച്ഛാ ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി. എന്നാൽ അബ്രഹാമിന്റെ കാലത്ത് കൊയ്ത്തില്ല, ഇസഹാക്കിന്റെ കാലത്ത് കൊയ്ത്തുണ്ടായി. അയ്യോ, എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഓ അപ്പൻ കണ്ട പ്രശ്നം നിനക്കുണ്ടായെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, അപ്പൻ കാണാത്ത വലിയ മഹത്വം കൂടെ കാണുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അപ്പന്റെ സീറ്റിൽ നിന്ന് ഒരു പേര് പോലും ഇല്ല. ഓ സ്തോത്ര, ഭിക്ഷക്കാരനെന്ന് എത്ര ദൂരം നിന്ന് നോക്കിയാലും മനസ്സിലാക്കുന്നതായ ആ പുതപ്പും മൂടി, ഭിക്ഷക്കാരന്റെ പുതപ്പും മൂടി അവൻ നിൽക്കുകയാണ്. പോലീസുകാരനെ കണ്ടാൽ കത്തുണ്ടോ നമ്മൾ ചോദിക്കത്തില്ല, അവന്റെ യൂണിഫോം കണ്ടാൽ നമുക്കറിയാം. ഇതുപോലെ പുതപ്പ് കാണുമ്പോൾ നമുക്കറിയാം യവൻ ഭിക്ഷക്കാരനാണ്. അവൻ പുതപ്പും മൂടി അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഭയങ്കര ജനക്കൂട്ടം. ഈ കുരുടൻ കണ്ടതല്ല, കുരുടൻ കേട്ടു. കുരുടൻ കേട്ടു. അച്ഛാ എഴുതുന്നെങ്കിൽ നല്ല എഴുതിക്കോ. സ്തോത്രം. അതെ, കുരുടൻ കണ്ടതല്ല, കുരുടന്റെ കണ്ണ് വീക്കാണ്, കുരുടൻ കാണാൻ പറ്റത്തില്ല. പക്ഷെ കുരുടൻ കേട്ടു. അർത്ഥം എന്താണെന്നറിയോ? സ്തോത്രം. അവന് ഒന്നിൽ വീക്കാണെങ്കിലും അവൻ മറ്റൊന്നിൽ സ്ട്രോങ് ആണ്. അവന് ഒന്നിൽ വീക്കാണെങ്കിലും മറ്റൊന്നിൽ സ്ട്രോങ് ആണ്. ഒന്നിൽ നീ വീക്കെന്ന് ആരോ പറയുന്നത്, അയ്യോ ആ ഉപദേശി വചനത്തിന് വീക്കാണ്, പക്ഷെ അവൻ പ്രാർത്ഥനയിൽ സ്ട്രോങ് ആണ്. ആ ഉപദേശി സ്തോത്രം, അതെ അതെ സ്തുതിയിൽ അതെ വീക്കാണ്, പക്ഷെ പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ അവൻ സ്ട്രോങ് ആണ്. എല്ലാ വാതിലും എൻ്റെ തമ്പുരാൻ ഒരുമിച്ച് അടച്ചിടത്തില്ല. ഒന്നടയുന്നു എങ്കിൽ മറ്റൊന്ന് കണ്ടിട്ട് മാത്രമേ ദൈവം ഇത് അടയ്ക്കത്തുള്ളൂ. നേരത്തെ ആ സഹോദരൻ നോക്കി ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞതുപോലെ കെരീത് തോട് അടയുമ്പോൾ, കെരീത് തോട്ടിൽ ഒന്നടയുമ്പോൾ മനസ്സിലാക്കണം, അപ്പുറത്തെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തുറക്കുന്നുണ്ട്. ഒന്നടയുന്നെങ്കിൽ അപ്പുറത്തെ രണ്ടെണ്ണം തുറക്കുന്നുണ്ട്. എല്ലാം തമ്പുരാൻ ഒരുമിച്ച് അടച്ചിടത്തില്ല. അവന്റെ കണ്ണടഞ്ഞതാണ്, നോ പ്രോബ്ലം. അവന്റെ ചെവി ഭയങ്കര പവർഫുള്ളാ. ചെവി ഭയങ്കര പവർഫുള്ളാ. നേരത്തെ കണ്ണ് തുറക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ ദൂത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് രാത്രി ചിലതിൻ്റെ ചെവിയെ എൻ്റെ കർത്താവ് തുറക്കാൻ പോവാ. ഓ സന്തോഷമുള്ളവർ മാത്രം സ്തുതിച്ചാൽ മതി. ഓ ചത്തിരിക്കുന്ന എല്ലാ നേരത്തെ വീട്ടിൽ പോ, സന്തോഷമുള്ള മാത്രം ദൈവത്തെ സ്തുതിക്ക്. ഓ ഈ തലമുറയിൽ നിന്റെ കണ്ണും ചെവിയും ദൈവ ശബ്ദം കേൾക്കാൻ നിന്റെ ചെവി തുറക്കട്ടെ. ദൈവ പ്രവൃത്തിയുടെ മഹത്വം കാണുവാൻ നിന്റെ കണ്ണുകളെ തുറക്കട്ടെ. എൻ്റെ ചെവി തുറന്നപ്പോ എൻ്റെ ചെവി സ്തോത്രം, ചെവിയിൽ അവനെ വലിയ ശബ്ദം കേട്ടു, ഭയങ്കര ശബ്ദം കേട്ടപ്പോൾ ചോദിച്ചു, ആരായി പോകുന്നേ?
ആരെന്നാ പറഞ്ഞേ? നസ്രേനായ യേശു. ഈ നാട്ടുകാർ പറയുന്നൊന്നും പറയില്ല കേട്ടോ. നാട്ടുകാർ പറഞ്ഞ നസ്രേന യേശു എന്നാ. നാട്ടുകാർ പറയുന്നൊന്നും നീ പറയല്ലേ, നീ വെളിപ്പാടായിരിക്കണം നീ പറയേണ്ടത്. നസ്രേന യേശു എന്നാ നാട്ടുകാർ പറഞ്ഞത്, പക്ഷെ പുള്ളി തിരിച്ചു വിളിച്ചത് നീ പറയേണ്ടത് ദാവീദ് പുത്ര, നീ പറയേണ്ടത് വെളിപ്പാടാണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, വെളിപ്പാടാ പറയേണ്ടത്. പറഞ്ഞാട്ടെ, വെളിപ്പാടാ പറയണ്ടേ. അതിന് മറ്റൊരർത്ഥത്തിൽ ഞാൻ പറയട്ടെ, വചനമാ പറയേണ്ടത്. വചനമാ പറയേണ്ടത്. നാട്ടുകാർ പറയുന്നത് പറയല്ലേ, ഡോക്ടർ പറഞ്ഞത് പറയല്ലേ, ജാതകം പറഞ്ഞത് പറയല്ലേ. ജാതകമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. വഴക്ക് പറയത്തില്ല. ജാതകമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്ത്. ജാതകമുള്ളവർ കരങ്ങൾ ഉയർത്ത്. ഉണ്ടല്ലോ, ഇനിയുണ്ട്. കള്ളം പറയുന്ന ആരൊക്കെ വന്നിട്ടുണ്ട്. കർത്താവ് ഒന്ന് ക്ഷമിക്കണമേ. ജാതകമുള്ള എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയോ? ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി മണ്ണെണ്ണയിൽ അതിനെ സ്നാനപ്പെടുത്തി തീ കൊണ്ട് അതിനെ അഭിഷേകം ചെയ്യണം. കാരണം സ്തോത്രം, സാത്താൻ പറയുന്നതല്ല നീ പറയേണ്ടത്, മനുഷ്യൻ പറയുന്നതല്ല നീ പറയേണ്ടത്. നീ നിൽക്കുന്നത് അസ്ഥി താഴ്വരയിലായിരിക്കാം. നീ നിൽക്കുന്നത് അസ്ഥി താഴ്വരയിലാണെങ്കിലും നീ വചനം പറയുമ്പോൾ അസ്ഥിയോട് യോജിക്കും. അത് സൈന്യമായി എഴുന്നേറ്റ് വരും. വിളിച്ചു പറഞ്ഞ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ബൈബിൾ പറയുന്നു നിലവിളിച്ചു എന്ന്. എടാ, കണ്ണ് തുറന്നിരുന്നവൻ പോലും അവൻ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞില്ല പാസ്റ്റേ? കണ്ണ് തുറന്നിരുന്നവന്മാരോട് കർത്താവ് ഒരു ദിവസം ചോദിച്ചു, മനുഷ്യപുത്രൻ മറ്റുള്ളവർ ആരെന്ന് പറയുന്നു? കണ്ണ് തുറന്നിരുന്നവന്മാരെ എല്ലാവരും സ്തോത്രം തെറ്റായ ആൻസറാണ് പറഞ്ഞത്. പത്രോസ് മാത്രമാണ് ശരിയായി പറഞ്ഞത്. കണ്ണ് തുറന്നിരുന്നവന്മാരും ശരിയായി പറയാൻ കഴിയാതിരിക്കുമ്പോൾ കണ്ണടഞ്ഞിരുന്ന യവൻ വിളിക്കുന്നു ദാവീദ് പുത്ര. അവൻ വെറുതെ പറയുകയല്ല, ഞാനിങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ അവൻ പറയുകയല്ല, അവൻ നിലവിളിക്കുകയാണ്. യേശുവിൻ്റെ മുൻപിൽ നിലവിളിക്കുകയാണ്. ഹലോ, യേശുവിൻ്റെ മുൻപിൽ നിലവിളിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? യേശുവിൻ്റെ മുൻപിൽ നിലവിളിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി, ആത്മീയ അനുഭവത്തിന് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓൺ ദ വേ. മറുപടിയുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറുപടിയുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു അമ്മയെ ഞാൻ ഓർക്കുന്നു. ഓ സ്തോത്രം, കർത്താവിന് മുൻപിൽ നിലവിളിച്ച ഒരു മാതാവ്. സ്തോത്രം, അവൾ ഈ പ്രകാരം തൻ്റെ ക്രോണിക് ആസ്മ പേഷ്യൻ്റ് ആയിരുന്ന, ആസ്മ രോഗത്തിൽ ഭയങ്കരമായി ബന്ധിക്കപ്പെട്ട അസ്ഥി പഞ്ചരം പോലെ ആയിരുന്നതായ ആ കുഞ്ഞിനെ എടുത്തു വെച്ച് ഒരു ദിവസം ദൈവത്തിനെ നിലവിളിച്ചു, കർത്താവേ, വർഷങ്ങളായി എൻ്റെ കുഞ്ഞിന് ആസ്മ രോഗമാണ്. ഒരു മാസത്തിൽ 20 ദിവസം പോലും അവന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. സ്തോത്രം, അതെ, ഇന്ന് രാത്രി ഈ കുഞ്ഞ് തികയ്ക്കുമെന്ന് തോന്നുന്നില്ല. ആ കുഞ്ഞിതാ മരിക്കുവാൻ പോകുകയാണ്. ഗൾഫിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ അപ്പൻ വന്നാൽ അവൻ്റെ ഡെഡ് ബോഡി മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവൻ്റെ മൃതശരീരം മാത്രമേ പിതാവിന് കാണിക്കാൻ പറ്റത്തുള്ളൂ. അമ്മ ആ രാത്രി നിലവിളിച്ച്, ആ കുഞ്ഞിന് വേണ്ടി അമ്മ നിലവിളിച്ച്, കർത്താവേ, ഈ കുഞ്ഞിൻ്റെ ജീവനെ നീ എടുക്കാതെ ഭിക്ഷ തരുന്നത് പോലെ ആ കുഞ്ഞിന് ജീവനെ നീ തന്നാൽ, ലോകത്തിനല്ല, സംഘടനയ്ക്കല്ല, അങ്ങയ്ക്ക് വേണ്ടി ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും. ഭിക്ഷ തരുന്നത് പോലെ ഈ കുഞ്ഞിൻ്റെ ജീവനെ നീ തന്നാൽ ഈ കുഞ്ഞിനെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി വളർത്തും. അമ്മ വെറുതെ പ്രൊഫഷണൽ പ്രാർത്ഥനയല്ല കഴിച്ചത്, അവൾ ദൈവത്തിന് മുൻപിൽ നിലവിളിച്ച്. നിങ്ങൾ ചോദിക്കും, ഇന്ന് ആ കുഞ്ഞെന്തിയെ, അമ്മ എന്തിയെ? കുഞ്ഞ് ഇന്നും തിരുവനന്തപുരത്തുണ്ട്. എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു കുടുംബമുണ്ട്. ഫിലോമിന ആൻറ്റിക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ആ സ്തോത്രം, അതേ അമ്മയെ അറിയാം. സുജിത്തിന് ആ അമ്മയെ അറിയാം. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ അമ്മയാത്രേ, എൻ്റെ അമ്മയാത്രേ. ആ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ഇന്ന് രാത്രി ഈ മൈക്കം പിടിച്ച് നിന്റെ മുൻപിൽ നിന്ന് വിളിച്ചു പറയുന്നു, യേശു നിലവിളി കേൾക്കുന്നവനത്രേ. യേശു നിലവിളി കേൾക്കുന്നവനത്രേ. മക്കൾക്ക് വേണ്ടി കരയുന്നവരുണ്ടോ? ജീവിതത്തിന് വേണ്ടി നിലവിളിക്കുന്നവരുണ്ടോ? യേശു കർത്താവ് നിന്റെ അവസ്ഥയെ മാറ്റട്ടെ. യേശു നിന്റെ കുടുംബത്തെ മാറ്റട്ടെ. യേശു നിന്റെ ഭാവിയെ മാറ്റട്ടെ. ഓ, യേശുവിന്റെ നാമത്തിൽ ഒരു യെരിഹോ പട്ടണത്തെ മാറ്റുവാൻ യേശുവിന് കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി മാറ്റുവാൻ യേശുവിന് കഴിയും. 6 മാസം കഴിഞ്ഞിട്ടല്ല, ഇന്ന് രാത്രി കർത്താവ് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം നൽകട്ടെ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിക്ക്. കർത്താവിന്റെ കണ്ണിനെ തുറന്നു, നിലവിളിയുടെ മുൻപിൽ കണ്ണിനെ തുറന്നു. നിന്റെ കാഴ്ചപ്പാട് മാറട്ടെ. വെളിപ്പാടിന്റെ മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. എങ്ങനെ പട്ടണം പിടിക്കണം, എങ്ങനെ സഭ സ്ഥാപിക്കണം, എങ്ങനെ കൂട്ടവിടുതൽ ഉണ്ടാക്കണം, എങ്ങനെ ദൈവപ്രവൃത്തി കൊണ്ടുവരണം, എങ്ങനെ കൃപാവരങ്ങൾ ജ്വലിക്കണം. സ്തോത്രം, അതേ വെളിപ്പാടിന്റെ കണ്ണ് തുറക്കട്ടെ.
യേശുവിന്റെ നാമത്തില് അവന്റെ കണ്ണ് തുറന്ന് അവൻ ആദ്യം കണ്ടത് ഡോളറല്ല, ദൃഹാമല്ല. അവൻ ആദ്യം കണ്ടത് പദവിയല്ല, പേരല്ല. അവൻ ആദ്യം കണ്ടത് കർത്താവ് യേശുവിനെ കണ്ട്. ഇന്ന് രാത്രി നമ്മുടെ കൺമുൻപിൽ യേശു മാത്രമായിരിക്കട്ടെ, യേശു മാത്രമായിരിക്കട്ടെ. എത്ര പേർ കരങ്ങളെ ചലിപ്പിച്ചു പറയും യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഞാൻ അവസാനിപ്പിക്കട്ടെ. യെരിഹോ പട്ടണത്തെ അവൻ റെപ്രസെന്റ് ചെയ്ത പോലെ ഇതാണ് നിങ്ങൾക്കുള്ള പ്രവചന ദൂത്. നിങ്ങളുടെ സംഘടനയെ റെപ്രസെന്റ് ചെയ്യുവാൻ, നിങ്ങളുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുവാൻ, നിങ്ങളുടെ സംസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ തിരഞ്ഞെടുക്കുന്നു. എഴുന്നേറ്റ് നാട്ടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാടെ. താങ്ക് യു ജീസസ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. സ്വർഗത്തിലേക്ക് നോക്ക്. ഇരുൾ നമ്മെ മൂടിയിടുമ്പോ ലോകവെളിച്ചമായി അവനണയും. രോഗികൾ ആയിടുമ്പോ ആരും നടക്കരുത്. സൗഖ്യദായകൻ അവൻ കരുതും. അവനായത്തിൽ സ്വർഗനായത്തിൽ സ്വർഗനാഗണം നമ്മെ നിറച്ചിടും അനുദിനവും. കരങ്ങൾ ഉയർത്തി യേശു. എല്ലാവരും ചേർന്ന് യേശു, യേശു ആരിലും വലിയവൻ. യേശു ശക്തിയോടെ യേശു, യേശു ആരിലും മതിയായ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശു. എല്ലാവരും ചേർന്ന് യേശു, യേശു ആരിലും വലിയവൻ. യേശു, യേശു ആരിലും മതിയായവൻ. കരങ്ങൾ ഉയർത്തി യേശു ആരിലും മതിയായവൻ. നിർബന്ധമായ ശബ്ദമുയർത്തി യേശു ആരിലും മതിയായവൻ. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവസന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. എല്ലാവരും ആരാധിച്ചാട്ടെ. നിങ്ങളുടെ കരങ്ങൾ ഉയർത്താമെങ്കിൽ നല്ലത്. എന്നാൽ അതിലുപരി നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിടെയുണ്ട്, പരിശുദ്ധാത്മാവിടെയുണ്ട്, പരിശുദ്ധാത്മാവിടെയുണ്ട്. അവൻ നിങ്ങളെ സന്ദർശിക്കുകയാണ്, അവൻ നിന്നെ സന്ദർശിക്കുകയാണ്. ആ കെട്ടുകൾ അഴിയുന്നു, ആ തടസ്സങ്ങൾ മാറുന്നു, ആ ഇടർച്ചകൾ നീങ്ങുന്നു. അടുത്ത മണ്ഡലത്തിലേക്ക് ദൈവം നിന്നെ കയറ്റുകയാണ്. പുതിയ തൂവലുകൾ, പുതിയ തൂവലുകൾ മുളയ്ക്കുന്ന പോലെ പുതിയ വഴികൾ, പുതിയ വാതിലുകൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ അനുഭവങ്ങൾ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി മുതൽ കൽപ്പിച്ചു നൽകുന്നു. ശബ്ദമുയർത്തി അന്യഭാഷ പറഞ്ഞേ. അല്പനേരം, 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 അല്പനേരം. ശക്തിയോടെ, 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 ശക്തിയോടെ. എല്ലാ വളവുകൾ, തിരിവുകൾ ഇന്ന് രാത്രി നേരെയാകട്ടെ. എല്ലാ 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 കാട്ടുമുന്തിരിങ്ങ പോലെ തലമുറകൾക്ക് ഫലമില്ലാതിരിക്കുന്ന അവസ്ഥകൾക്ക് ഇന്ന് രാത്രി വ്യതിയാനം, വിടുതലും സ്വർഗം കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടത് കർത്താവ് നിന്റെ ജീവിതത്തിൽ തിരികെ നൽകുന്നു. ഒരു സെറ്റൽ ലെവലിനപ്പുറം മുന്നേറാൻ കഴിയത്തില്ലെന്ന് പറയുന്ന സകലതിനെ ഇന്ന് രാത്രി കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. വായു തുറന്നേ. ഒന്നിൽ മാത്രമല്ല കണ്ണുകൾ തുറക്കേണ്ടത്, ഒന്നിൽ മാത്രമല്ല തുറക്കേണ്ടത്. സകല മണ്ഡലങ്ങൾ തുറക്കട്ടെ, സകല മണ്ഡലങ്ങൾ തുറക്കട്ടെ. കണ്ണുകൾ തുറക്കട്ടെ, നാവ് തുറക്കട്ടെ, ചെവി തുറക്കട്ടെ. കേൾക്കേണ്ടത് ഈ ജനം കേൾക്കട്ടെ, പ്രാപിക്കേണ്ടത് ഈ ജനം പ്രാപിക്കട്ടെ, കാണേണ്ടത് ഈ ജനം കാണട്ടെ. ശബ്ദമുയർത്തി ആരാധിച്ച്, ശബ്ദമുയർത്തി ആരാധിച്ച്. വെളിപ്പാടിനായി നിന്റെ കണ്ണുകൾ തുറക്കുകയാണ്, വെളിപ്പാടിനായി നിന്റെ കണ്ണുകൾ തുറക്കുകയാണ്.
കുഞ്ഞുങ്ങളെ വെളിപ്പാടിനാ നിന്റെ കണ്ണുകളെ കർത്താവ് തുറക്കുകയാണ്. കണ്ണുകളെ അടിക്കേണ്ടവർ കരങ്ങൾ അടിച്ച്, അന്യഭാഷ പറയേണ്ടവർ അന്യഭാഷ പറഞ്ഞ് ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. യെസ്, 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 യെസ്. നിന്റെ കരയിപ്പിക്കുന്ന മരുഭൂമി നീ പുറത്തു വരുന്നു. നിന്റെ യെരൂശലേമിൽ നീ മടങ്ങിപ്പോകുന്നു. നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നു, പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നു, പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നു. Receive it in Jesus' name. കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച്. കരങ്ങളെ അടിച്ച് ശക്തിയോടെ, ശക്തിയോടെ ഉയരട്ടെ. ആ ശബ്ദം ഉയരട്ടെ. അന്യഭാഷയുടെ സ്വരം ഉയരട്ടെ. ആയൂർ മലയാളമല്ല, കൊല്ലം ജില്ലയുടെ മലയാളമല്ല, സ്വർഗീയ ഭാഷ വായുതുരന്ന് വിളിച്ചു വരാൻ. വിടുതലിന്റെ ഭാഷ, ഉയർച്ചയുടെ ഭാഷ, ദൈവ തികവിന്റെ ഭാഷ, വിശാലതയുടെ ഭാഷ, വെളിപ്പാടിന്റെ ഭാഷ, ദൈവ ശബ്ദത്തിന്റെ ഭാഷ. അവസ്ഥകൾ മാറുകയാണ്, അവസ്ഥകൾ മാറുകയാണ്. കുടുംബങ്ങളുടെ വാതിലുകൾ തുറക്കുകയാണ്. ജീവിതങ്ങൾക്കായി വഴികൾ തുറക്കുകയാണ്. ഭാവികൾക്കായി വഴികൾ ഒരുങ്ങുകയാണ്. വിവാഹത്തിനായി വഴികൾ തുറക്കുകയാണ്. വിദ്യാഭ്യാസത്തിനായി വഴികൾ ഒരുങ്ങുകയാണ്. ഇല്ലാത്ത വഴികൾ അവൻ ഒരുക്കുന്നു. സമുദ്രത്തിൽ വഴിയെ ഒരുക്കിയവൻ, സമുദ്രത്തിൽ ഹൈവേ പണിതവൻ, സമുദ്രത്തിൽ ഹൈവേ പണിതവൻ ഇന്ന് രാത്രി കാത്തിരിക്കുന്നവരെ നോക്കി പറയുന്നു, ഓ ഇതുവരെ നിന്റെ പൂർവികർ പോലും നടന്നിട്ടില്ലാത്ത വഴി അവൻ നിനക്കായി 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 ഒരുക്കുന്നു, നിനക്കായി ഒരുക്കുന്നു. ശബ്ദമുയർത്തി പ്രാർത്ഥിക്ക്, ശബ്ദമുയർത്തി നിലവിളിക്ക്, ശബ്ദമുയർത്തി നിലവിളിക്ക്. നീ ആരാണെങ്കിലും ശബ്ദമുയർത്തി നിലവിളിക്ക്. വിളിച്ചു പറ യേശുവേ, നിലവിളിക്ക് യേശുവേ, യേശുവേ, യേശുവേ. വിളിച്ചു പറ യേശുവേ, യേശുവേ. വായ് തുറന്ന് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് പാരമ്പര്യ രോഗങ്ങൾ തകരുകയാണ്. പാരമ്പര്യ രോഗങ്ങൾ തകരുകയാണ്. ക്യാൻസറിന്റെ വേരുകൾ യേശുവിന്റെ നാമത്തിൽ വേരോടെ ഇന്ന് രാത്രി പിഴുതുമാറുകയാണ്. എല്ലാ ലുക്കീമിയ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. എല്ലാ അർബുദ വ്യാധി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ ചുരുണ്ടിരിക്കുന്ന വിരലുകൾ ഇന്ന് രാത്രി നിവർന്നു വരട്ടെ, നിവർന്നു വരട്ടെ. എല്ലാ ആർത്രൈറ്റിസ് സംബന്ധമായ രോഗങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിട്ടുമാറുകയാണ്. വിടുതൽ, വിടുതൽ, വിടുതൽ. ലാലി എന്ന പേരുള്ള ഒരു സഹോദരി കർത്താവ് തൊടുന്നു. ലാലിയുടെ മേൽ ദൈവ ശക്തി ഇന്ന് രാത്രി കടന്നു വരികയാണ്. ദൈവിക സൗഖ്യം നിന്റെ മേൽ വ്യാപരിക്കുന്നു. കഴുത്ത് തിരിപ്പാൻ കഴിയാത്ത ഒരു മാതാവ് ഇന്ന് രാത്രി കഷ്ടപ്പെടുന്ന നിലയിൽ ഇന്ന് രാത്രി നിൽക്കുന്നു. യേശുവിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇപ്പോൾ നിന്റെ മേൽ കടന്നു വരികയാണ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആ ഇടത്തെ കോണിൽ ഒരു ഡേവിഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരു ഹൃദ്രോഗിയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിനെ സൗഖ്യമാക്കുന്നു, സൗഖ്യമാക്കുന്നു, സൗഖ്യമാക്കുന്നു. ബൈക്ക് ആക്സിഡന്റ് നിമിത്തം നട്ടലിന് വലിയൊരു ക്ഷതമേറ്റ ക്രമത്തിൽ ഒരു സഹോദരൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നു. 3.5 വർഷമായ പ്രയാസത്തിൽ നീ ആയിരിക്കുന്നു. ആ ചതഞ്ഞ നട്ടൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാക്കിയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ദൈവിക വിടുതലായി സ്തോത്രം. എല്ലാ ചെവിക്കുള്ളതായ ഇൻഫെക്ഷൻസ്, പഴുപ്പുകൾ പുറത്തേക്ക് പോകുന്ന ക്രമത്തിലുള്ള ഇൻഫെക്ഷൻസ് യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകുന്നു. ദൈവിക വിടുതൽ കടന്നു വരുന്നു. ഒരു പിതാവ് ഇന്ന് രാത്രി വിളികൊണ്ട് നിന്റെ ശ്വാസകോശം മുഴുവനിതാ സ്തോത്രം പ്രത്യേക അത് ദ്രാവകം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി അത് നീ ഭയപ്പെടുന്നു. ഡോക്ടർമാർ പറഞ്ഞു അത് കുത്തിയെടുത്ത് കളയണമെന്ന്. എന്നാൽ ഇന്ന് രാത്രി എനിക്കും നിനക്കും മധ്യത്തിൽ എഴുന്നള്ളി നിൽക്കുന്ന കർത്താവ് ആ ദ്രാവക മണ്ഡലത്തെ, അനാവശ്യമായ ദ്രാവക മണ്ഡലത്തെ അപ്രത്യക്ഷമാക്കുന്നു. പ്രാർത്ഥിക്ക് ജനമേ, പ്രാർത്ഥിക്ക്, 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 പ്രാർത്ഥിക്ക്. എല്ലാ ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയരട്ടെ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്ക്,
ഫലമില്ലാത്ത കുടുംബങ്ങൾക്ക് ഫലമില്ലാത്ത കുടുംബങ്ങൾക്ക് ഫലം. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുടുംബങ്ങൾ, ഇന്ന് രാത്രി നിങ്ങൾ 2 പേർ, അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നിങ്ങൾ 3 പേരായിരിക്കും. ദൈവത്തിന്റെ വിടുതൽ നിങ്ങൾക്കുള്ളത്. ദൈവത്തിന്റെ വിടുതൽ 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 നിങ്ങൾക്കുള്ളത്. നന്ദിയോട് സ്തോത്ര, നന്ദിയോട് സ്തോത്ര, നന്ദിയോട് സ്തോത്ര, നന്ദിയോട് സ്തോത്ര. ആൽബർട്ട് എന്ന് പേരുള്ള ഒരു സഹോദരൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. 35 കിലോമീറ്റർ അകലെ നിന്ന് നീ വന്നു, കുടുംബമായി എത്തി. എല്ലാം വഴിമുട്ടിയ ക്രമത്തിൽ കർത്താവ് ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ തൊടുകയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ക്ഷുദ്രപ്രയോഗം നിമിത്തം, ആഭിചാരം നിമിത്തം തകർന്ന് മുടഞ്ഞും കിടക്കുന്നതായ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുവിക്കപ്പെടുന്നു. ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ, ഇവിടെ നിന്ന് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ ഭവനത്തെ കർത്താവ് സന്ദർശിക്കുന്നു. നിന്റെ ഭവനത്തെ കർത്താവ് സന്ദർശിക്കുന്നു. നിന്റെ ഭവനത്തെ കർത്താവ് സന്ദർശിക്കുന്നു. ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ദൂതന്മാർ, ദൈവദൂതന്മാർ, ദൈവദൂതന്മാർ നിന്റെ ഭവനത്തിൽ ഇറങ്ങുന്നു. യെസ്, ശക്തമായി വിശ്വാസത്തോടെ വിടുതലോടെ ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി മുരടിപ്പുകൾ മാറുന്നു. നിങ്ങൾ ആയിരുന്ന കേൾക്കുന്നത്, ആ സ്ഥാനത്ത് ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കുന്നു. സൗഖ്യം വ്യാപരിക്കുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതാ ഇന്ന് രാത്രി ആ റൂമിൽ ചാടി എഴുന്നേൽക്കുകയാണ്. Let the healing virtue of the Lord, let it saturate in the room in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. 100 കണക്കിന് വ്യക്തികൾ സൗഖ്യമാകിയ എവിടെയാണോ നിങ്ങളുടെ രോഗം, ആ സ്ഥലങ്ങളിൽ കരങ്ങളെ വെച്ചാട്ടെ. ആത്മനിറവിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ആരും ഈ ഗ്രൗണ്ടിൽ നടക്കരുത്. എല്ലാവരും കണ്ണുകളടച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, നീ തൊട്ടവരും നിന്നെ തൊട്ടവരും സൗഖ്യമായി. സകല നാമത്തിനും മേലായ നസ്രേന യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളുടെ മേൽ ഇന്ന് രാത്രി ഞാൻ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളെ, എല്ലാ ബലഹീനതകളെ സ്വർഗത്തിനും ഭൂമിക്കും സർവാധികാരം പ്രാപിച്ച് നസ്രേന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ശാസിക്കുന്നു. എല്ലാ രോഗക്കെട്ടുകൾ ഇന്ന് രാത്രി ഒഴിയട്ടെ. എല്ലാ ബലഹീനതകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഡോക്ടർമാർ ഇട്ടിരിക്കുന്ന സകല നെഗറ്റീവ് റിപ്പോർട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇന്ന് രാത്രി യഹോവ റാഫയുടെ, യഹോവ റാഫയുടെ, യഹോവ റാഫ, ഓ കർത്താവിന്റെ സൗഖ്യം ഈ അന്തരീക്ഷത്തിൽ പെയ്തിറങ്ങുന്ന മഴ പോലെ ഉച്ചം തല മുതൽ പാദം വരെ എല്ലാവരും വ്യാപരിക്കട്ടെ. ഈ ജനം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. വിടുവിക്കും നിന്റെ ജനത്തെ സൗഖ്യമാക്കുക. വിടുവിക്കും ജീസസ്. അസ്ഥികളിലേക്ക്, മജ്ജയിലേക്ക്, ഓ ജീസസ്, ഞരമ്പിലേക്ക്, രക്തധമനികളിലേക്ക്, ഓ സ്തോത്രം, അതേ മാംസത്തിലേക്ക്, ത്വക്കിലേക്കൊക്കെ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. വിടുതലായി സ്തോത്രം, വിടുതലായി സ്തോത്രം. ആ രോഗങ്ങൾ അവിടെ ഇല്ല, ആ ബലഹീനത അവിടെ ഇല്ല, ആ പ്രയാസങ്ങൾ അവിടെ ഇല്ല. നീ അവരെ തൊട്ടു, അവിടുന്ന് അവരെ സൗഖ്യമാക്കി. എല്ലാ മഹത്വം അങ്ങയ്ക്ക്, എല്ലാ ബഹുമാനം അങ്ങയ്ക്ക്, എല്ലാ പുകഴ്ചയും അങ്ങയ്ക്ക്. യേശുവിന്റെ നാമത്തിൽ തന്നെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ കണ്ണുകളും 1 മിനിറ്റ് കൂടെ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ആര് കുനിഞ്ഞു നിൽക്കരുത്. നിലവിളി കേൾക്കുന്ന യേശു, നിലവിളി കേൾക്കുന്ന യേശു, നിലവിളി കേൾക്കുന്ന യേശു. കുഞ്ഞ എല്ലാ കണ്ണുകൾ അടഞ്ഞിരിക്കും. നിലവിളി കേൾക്കുന്ന യേശു നിന്റെ അരികിലൂടെ നടക്കുകയാണ്. എന്തിനോ വേണ്ടി നീ കരഞ്ഞു. ഇന്ന് രാത്രി ഒരു പക്ഷെ കരയുന്നില്ല, പക്ഷെ കഴിഞ്ഞ ആഴ്ചകളിൽ എന്തിനോ നീ കരഞ്ഞു. പിടയ്ക്കുന്ന മത്സ്യം പോലെ കരഞ്ഞു. എന്തിനെനിക്ക് മാത്രം വളവും തിരുമ, എന്തിനെനിക്ക് മാത്രം ഫലമില്ലാത്ത അവസ്ഥ, എന്തിനാണ് എനിക്ക് മാത്രം നഷ്ടം, എനിക്ക് മാത്രം വളർച്ചയില്ല, എനിക്ക് മാത്രം അപ്പൻ്റെ പഴയ പുതപ്പ്. നീ ചോദിച്ചു. യേശു നിന്നെ സന്ദർശിക്കുകയാണ്. യേശു നിന്നെ തൊടുകയാണ്. നീ ഭിക്ഷക്കാരനല്ല. നീ മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടുകയില്ല. രാത്രി കണ്ണുകൾ അടച്ച് ഈ ജനം പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രഭുവിൻ്റെ പകർച്ച ഈ ജനത്തിലേക്ക് പരിശുദ്ധാത്മാവ് വയ്ക്കുക. ഈ തലമുറയിലെ ഒരു പ്രഭുവിൻ്റെ പകർച്ച, ഒരു പ്രഭുവിൻ്റെ പകർച്ച.
ഭിക്ഷക്കാരുടെ പുതപ്പിനെ കർത്താവ് ക്യാൻസൽ ചെയ്തിട്ട് പട്ടണങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് കൊടുക്കുവാൻ ഒരു പ്രഭുവിന്റെ പകർച്ച പ്രാപിക്കെ, 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 പ്രാപിക്കെ. യെസ്, 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 യെസ്. ഓ റഖുനിയാസി, ഒരു പ്രഭുവിന്റെ പകർച്ച റിസീവ്, പ്രാപിച്ചേ. ആ പിൻപിൽ നിൽക്കുന്നവർ, ആ വശങ്ങളിൽ നിൽക്കുന്നവർ, ആ സ്റ്റെപ്പിൽ നിൽക്കുന്നവർ, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ ഭിക്ഷക്കാരനല്ല. നീ ആരുടെ മുൻപിലും കൈ നീട്ടുകയില്ല, പക്ഷെ നീ ആയിരങ്ങൾക്ക് കൊടുക്കുവാൻ കൈ നീട്ടുന്നവനായിരിക്കും. ഭിക്ഷക്കാരനല്ല. കണ്ണുകളടയ്ക്കാൻ, കണ്ണുകളടയ്ക്കാൻ, രണ്ട് കരങ്ങളെ മാർവോട് ചേർത്ത് വെച്ച് നിർബന്ധമായി രണ്ട് കണ്ണുകൾ അടച്ച്, നിർബന്ധമായി രണ്ട് കണ്ണുകളെ അടച്ച് രണ്ട് കരങ്ങളെ മാർവോട് ചേർത്ത് വെച്ച് ആര് കുനിഞ്ഞു നിൽക്കരുത്. സ്വർഗത്തിലേക്ക് നോക്കി നിലവിളി കേൾക്കുന്ന യേശു നിന്റെ അരികിലൂടെ നടക്കുന്നു. അവസ്ഥ മാറ്റുന്നവൻ. ജാതി പറയുന്ന പണ്ട് ചെരുപ്പെണ്ണണം, ഇപ്പൊ കാറെണ്ണണമെന്നാണ്. അവസ്ഥ മാറ്റുന്നവൻ, അവസ്ഥ മാറ്റുന്നവൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് മഹാസമുദ്രങ്ങളെ, നദികളെ, തടാകങ്ങളെ, തോടുകളെ സൃഷ്ടിച്ചവൻ യോർദാന്റെ തണുത്ത വെള്ളത്തിൽ ഇറങ്ങുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, കർത്താവേ, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നിന്നാൽ എനിക്ക് സ്നാനമേൽക്കണം. പക്ഷേ യേശു കർത്താവ് പറഞ്ഞില്ല, ഇപ്പോൾ സമ്മതിക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ. നിരാത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇപ്പോൾ സമ്മതിക്കുക, ഇപ്പോൾ സമ്മതിക്കുക, ഇപ്പോൾ സമ്മതിക്കുക. കണ്ണുകളടച്ച് സമ്മതിക്കുക, കണ്ണുകളടച്ച് സമ്മതിക്കുക. പരിശുദ്ധാത്മാവ് ചലിക്കുക. ഇപ്പോൾ സമ്മതിക്കുക. വിടുതല നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിന് വിടുതല. ഇപ്പോൾ സമ്മതിക്കുക, സമ്മതിക്കുക, തീരുമാനിക്കുക. രണ്ട് കരങ്ങളെ മാർവോട് വച്ച് ആര് കുനിഞ്ഞു നിൽക്കരുത്. സ്വർഗത്തിലേക്ക് നോക്കി നിരാത്രി സമ്മതിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലൊരവസരം അവിടുന്ന് നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. കർത്താവായ യേശു, എൻ്റെ ജീവിതത്തിൽ ഒരവസരം അവിടുന്ന് തന്നാൽ ഞാൻ സ്നാനപ്പെടും, ഞാൻ സ്നാനപ്പെടും. തീരുമാനിക്കുക. ഈ ഗ്രൗണ്ടിൽ എവിടെ നിന്നാലും യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ ദയവായി നിങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തിയാട്ടെ. കർത്താവ് യേശു, എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന സഹോദരന്മാർ, സഹോദരിമാർ, എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താമോ അത്രത്തോളം നന്നായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശു കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. കൊച്ചുമക്കളെ, നിങ്ങൾ തീരുമാനിക്കുന്നു, കർത്താവ് യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാങ്ങളെ ഞാൻ സ്നാനപ്പെടും എന്ന് തീരുമാനിക്കുന്നു. എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താമോ? അയ്യോ, വളരെ കണ്ണുനീരോടെ തീരുമാനിക്കുന്നു. വണ്ടർഫുൾ, ഹല്ലേലൂയ. കർത്താവ് യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടുമെന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കുക, കരങ്ങൾ ഉയർത്തിക്കുക. നന്നായി, നന്നായി തലയ്ക്ക് മുകളിൽ കരങ്ങൾ നന്നായി ഉയരട്ടെ. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരുടെ കരങ്ങൾ ഈ ഗ്രൗണ്ടിനകത്തും പുറത്തും എവിടെ നിന്നാലും കരങ്ങൾ ഉയർത്തിയാട്ടെ. പിൻപിൽ നിന്ന് പോലും പലരും കരങ്ങൾ ഉയർത്തുന്നു. ആ കരങ്ങൾ ഉയർത്തിയൊന്ന് ആരും ഇവിടെ നിൽക്കരുത്. വേഗത്തിൽ മുന്നിലേക്ക് വന്നാട്ടെ, വേഗത്തിൽ മുന്നിലേക്ക് വന്നാട്ടെ. മകളെല്ലാം എൻ്റെ ഫ്രണ്ടിലേക്ക് വന്നാട്ടെ. വാരിക മുന്നിലേക്ക്, വാരിക മുന്നിലേക്ക്, വാരിക മുന്നിലേക്ക്, വാരിക മുന്നിലേക്ക്, വാരിക മുന്നിലേക്ക്. നിങ്ങൾ 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം 12ാമത്തെ വയസ്സിനാണ് യേശു കർത്താവ് ദേവാലയത്തിൽ, അതേ സ്തോത്രം, ദേവാലയത്തിൽ ഇരുന്നത്. വരിക. നിങ്ങളുടെ അരികിൽ നിന്ന് ആരെങ്കിലും കൈവരുത്തെങ്കിൽ സ്നേഹത്തോടെ അവനെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടാട്. ദയവായി സ്നേഹത്തോടെ പറഞ്ഞു വിട്ടാട്. ആര് കൈവരുത്തിയിട്ട് അവിടെ നിൽക്കരുത്. ആര് കൈവരുത്തിയിട്ട് പകുതി പടിയിൽ വന്ന് നിൽക്കരുത്. എത്രത്തോളം മുന്നിലേക്ക് വരാമോ അത്രത്തോളം ദയവായി മുന്നിലേക്ക് വരിക. എത്രത്തോളം ദയവായി മുന്നിലേക്ക് വരിക. നീ രാത്രി മുന്നിൽ വന്നത് നോക്കി ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തെ നീ റെപ്രസെന്റ് ചെയ്യുക, നിന്റെ ഗ്രാമത്തെ നീ റെപ്രസെന്റ് ചെയ്യുക, നിന്റെ പട്ടണത്തെ നീ റെപ്രസെന്റ് ചെയ്യുക. നിന്റെ കുടുംബത്തിൽ
കുടുംബത്തിലുള്ളവന്റെ MBBS അല്ല, നിന്റെ കുടുംബത്തിലുള്ളവന്റെ BTech അല്ല, നിന്റെ പട്ടണത്തിലുള്ളവന്റെ IAS അല്ല, അവിടെ ജയിച്ചു പോകുന്ന MLA അല്ല. അഭിഷിക്തനായിരിക്കും ആ പട്ടണത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായവർക്കായി സ്തോത്രം. അഭിഷിക്തന്റെ പേരിലായിരിക്കും പട്ടണം അറിയപ്പെടുന്നത്. ആയൂർ അറിയപ്പെടുന്നത് അഭിഷിക്തന്മാരുടെ പേരിലായിരിക്കും. അഞ്ചരം പുനലൂരും അറിയപ്പെടുന്നത് അഭിഷിക്തന്മാരുടെ പേരിലായിരിക്കും. കേരളം എന്ന് പറഞ്ഞ ചരിഞ്ഞ ഒരു സംസ്ഥാനമുണ്ടെന്ന് ലോക ജനത അറിയുന്നത് ഈ സംസ്ഥാനത്തിൽ നിന്ന് ഉയരുന്ന അഭിഷിക്തന്റെ പേരിലായിരിക്കും. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. കണ്ണുകളടച്ചേ.